എല്ലാ കുടുംബാംഗങ്ങൾക്കും നിറഞ്ഞ ഹൃദയത്തോടുകൂടി പ്രണാമം. T.S. എലിയട്ട് എന്ന പ്രഗത്ഭനായ ഇംഗ്ലീഷ് മഹാകവി പറഞ്ഞ ഒരു വരിയുണ്ട്. നിങ്ങൾക്കത് അറിയാവുന്നതായിരിക്കും. എവ്രി ബ്രത്ത് ഈസ് ടേക്കിംഗ് യു ടുവേർഡ്സ് ഗ്രേവിയാർഡ്. അത് നമ്മൾ തളരാൻ വേണ്ടിയിട്ട് പറഞ്ഞതല്ല. ജാഗ്രത എന്ന ഉപനിഷത്ത് വാക്കിൻ്റെ അർത്ഥം അല്ലെങ്കിൽ സന്ദേശം അതാണ്. നമ്മൾ ഈ ഭൂമിയിൽ പെർമനൻ്റ് അല്ല. ഓരോ നിമിഷം കഴിയുമ്പോഴും എവറി ബ്രത്ത് ഈസ് ടേക്കിംഗ് യു ടുവേർഡ്സ് ഗ്രേവിയാർഡ്. ഓരോ ശ്വാസോച്ഛ്വാസം കഴിയുമ്പോൾ നമ്മൾ ശ്മശാനത്തിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഡേറ്റ് ഓഫ് ബർത്ത് നമുക്കറിയാം, ഡേറ്റ് ഓഫ് ഡെത്ത് അറിഞ്ഞൂടാ. ഡി ഓഫ് ബി അറിയാം, ഡി ഓഫ് ഡി അറിഞ്ഞൂടാ. അത് ജഗദീശ്വരൻ ആരുടെയും കയ്യിൽ എഴുതി കൊടുത്തിട്ടില്ല. മനുഷ്യരുടെ കാര്യമാണ് പറയുന്നത്, എഴുതി കൊടുത്തിട്ടില്ല. എന്നെങ്കിലും ഒരു ദിവസം യാത്രയാകുന്നത് വരെ ചിരിച്ചുകൊണ്ടും ചിരിപ്പിച്ചുകൊണ്ടും സന്തോഷിച്ചുകൊണ്ടും സന്തോഷിപ്പിച്ചുകൊണ്ടും ജീവിക്കാൻ സാധിച്ചാൽ അതാണ് യൂസ്ഫുൾ, പർപ്പസ്ഫുൾ, ഫ്രൂട്ട്ഫുൾ ആൻഡ് മീനിങ്ഫുൾ ലൈഫ്. യൂസ്ഫുൾ, പർപ്പസ്ഫുൾ, ഫ്രൂട്ട്ഫുൾ ആൻഡ് മീനിങ്ഫുൾ ലൈഫ്. ആ ഒരു ജീവിതം എത്രത്തോളം ധന്യമാക്കാൻ നമുക്ക് സാധിക്കുമോ അതാണ് നമ്മളുടെ ജീവിതത്തിൻ്റെ ധന്യത. അതിന് ചിലപ്പോൾ കഥകൾ പ്രയോജനപ്പെട്ടേക്കാം, അനുഭവങ്ങൾ, ചിലപ്പോൾ ഉപദേശങ്ങൾ, ചിലപ്പോൾ ജീവിത യാഥാർത്ഥ്യങ്ങൾ. ഇതിലേതാണോ പ്രയോജനപ്പെടുന്നത് അത് ആ സമയത്ത് ഉപയോഗിച്ച് ഓരോ മിനിറ്റും ധന്യമായിട്ട് ജീവിക്കാൻ സാധിക്കട്ടെ. ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനിപ്പിച്ചത് ഇന്ന് നമുക്ക് വായിക്കാം. പാർത്ഥ നൈവേഹനാമുത്ര വിനാശസ്തസ്യ വിദ്യതേ നഹി കല്യാണകൃത് കശ്ചിത് ദുർഗതിം താത ഗച്ഛതി. അതിലെ നഹി കല്യാണകൃത് കശ്ചിത് എന്ന വരി അതെന്നും ഓർമ്മിക്കാം. നന്മകൾ ചെയ്തുകൊണ്ടേയിരിക്കുക. അടുത്തത് പ്രാപ്യ പുണ്യകൃതാം ലോകാൻ ഉഷിത്വാ ശാശ്വതീ സമാഹ ശുചീനാം ശ്രീമതാം ഗേഹേ യോഗഭ്രഷ്ടോ അഭിജായതേ അഥവാ യോഗിനാമേവ കുലേ ഭവതി ധീമതാം ഏതദ്ധി ദുർലഭതരം ലോകേ ജന്മ യതീദൃശം തത്ര തം ബുദ്ധിസംയോഗം ലഭതേ പൗർവദേഹികം യതതേ ച തതോ ഭൂയ സംസിദ്ധ കുരുനന്ദന പൂർവാഭ്യാസേന തേനൈവ ക്രിയതേ ഹ്യവശോപി സഹ ജിജ്ഞാസുരപി യോഗസ്യ ശബ്ദബ്രഹ്മ അതിവർത്തതേ. അത് പ്രയത്നാദ്യതമാനസ്തു പ്രയത്നാദി ആത്മനസ്തു യോഗി സംശുദ്ധ കിൽബിഷഃ അനേക ജന്മ സംസിദ്ധസ്തതോ യാതി പരാം ഗതിം. തപസ്വിഭ്യോ അതികോ യോഗി ജ്ഞാനിഭ്യോ അപി മതോ അധികഃ കർമ്മിഭ്യോശ്ചാധികോ യോഗി തസ്മാദ് യോഗി ഭവാർജുന. അടുത്തത് യോഗിനാമപി സർവേഷാം മദ്ഗതേനാന്തരാത്മനാ ശ്രദ്ധാവാൻ ഭജതേ യോ മാം സമേ യുക്തതമോ മതഃ. യോഗിനാമപി സർവേഷാം എല്ലാ യോഗികളിലും വെച്ച് മദ്ഗതേനാന്തരാത്മന ഉള്ളിലും പുറത്തുമെല്ലാം എന്നെ തന്നെ ആരാണോ ശരണം പ്രാപിക്കുന്നത്, ഞാൻ പറഞ്ഞതിൽ തന്നെ ആരാണോ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്നത്, ശ്രദ്ധാവാൻ ഭജതേ യോ മാം അങ്ങനെ ശ്രദ്ധയുള്ള വ്യക്തി എന്നെ തന്നെ ഭജിക്കുന്നു, ഞാൻ പറഞ്ഞത് തന്നെ അനുസരിക്കുന്നു. സമേ യുക്തതമോ മതഃ നല്ല ഒരു ജന്മത്തിലെ നല്ലൊരു ജീവിതത്തിന് അയാളുടെ പ്രവൃത്തിയാണ്
ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത്. ഞാൻ പറഞ്ഞത് അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തിയുടെ ജീവിതമാണ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത്. ഇന്നലെ ഒരാളിത് ഒരു പ്രാവശ്യവും കൂടി പറയണമെന്ന് പറഞ്ഞത് കൊണ്ടാണ്. അതായത് യോഗം എന്താണ്, ധ്യാനം എന്താണ്, പ്രാണായാമം എന്താണ്, പഞ്ചപ്രാണനെ നിയന്ത്രിക്കുന്നത് എന്താണ്, ഇതെല്ലാം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും, അതിലൂടെ പോകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞാൻ പറയുന്നതിനെ ഫോളോ ചെയ്ത് വരികയാണെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് എത്തേണ്ട സ്ഥലത്ത് എത്താൻ സാധിക്കുമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. മൈ ആസക്തമനാ പാർത്ഥ യോഗം യുഞ്ജന്മദാശ്രയ അസംശയം സമഗ്രം മാം യഥാ ജ്ഞാസ്യസി തച്ഛൃണു. 2-7 അധ്യായത്തിലെ 2-ാമത്തേത്. ജ്ഞാനം തേഹം സവിജ്ഞാനമിതം വക്ഷ്യാമി അശേഷതഃ യജ്ഞാത്വാ നേഹ ഭൂയോന്യത് ജ്ഞാതവ്യമവശിഷ്യതേ. മനുഷ്യാണാം സഹസ്രേഷു കശ്ചിത് യതതി സിദ്ധയേ യതതാമപി സിദ്ധാനാം കശ്ചിന്മാം വേത്തി തത്വതഃ. അടുത്തത് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പോവുകയാണ്. അടുത്തത് പ്രകൃതി എന്താണ്, പ്രപഞ്ച പുരുഷൻ എന്താണ്. നമ്മൾ വളരെ ഭംഗിയായിട്ട് അറിയേണ്ട ഒരു കാര്യമാണ്, വളരെ ധന്യമായിട്ട്. നമ്മളുടെ ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത് കഥകളിലൂടെ ജീവിത സന്ദേശങ്ങൾ കൊടുക്കുന്നത് പുരാണങ്ങൾ, കഥകളും അനുഭവങ്ങളും ചേർത്ത് ജീവിത സന്ദേശങ്ങൾ കൊടുക്കുന്നത് മഹാഭാരതം. കുറച്ചുകൂടി ഉയരത്തിൽ കഥകളില്ലാതെ അനുഭവങ്ങളിലൂടെ ജീവിത സന്ദേശങ്ങൾ കൊടുക്കുന്നത് വാൽമീകി രാമായണം. കഥകളും വ്യക്തിയധിഷ്ഠിത അനുഭവങ്ങളും ഇല്ലാതെ സന്ദേശങ്ങൾ കൊടുക്കുന്നത് വേദങ്ങൾ. പ്രത്യേകിച്ച് ഒരു കഥയുമില്ല, വ്യക്തിയധിഷ്ഠിത അനുഭവവുമില്ല, ജീവിത യാഥാർത്ഥ്യങ്ങൾ കൊടുക്കുന്നത് ഉപനിഷത്തുകൾ. അപ്പോൾ പുരാണങ്ങൾ, അതിൻ്റെ മുകളിൽ മഹാഭാരതം, അതിൻ്റെ മുകളിൽ വാൽമീകി രാമായണം, അതിൻ്റെ മുകളിൽ വേദങ്ങൾ, അതിൻ്റെ മുകളിൽ ഉപനിഷത്തുകൾ. ഇങ്ങനെ 5 ലെവലാണ് നമ്മളുടെ ഗ്രന്ഥങ്ങൾ. മറ്റൊരു മതത്തിനും മറ്റൊരു ചിന്താധാരയ്ക്കും ഇങ്ങനെ ഇല്ല. സാധാരണക്കാരിൽ സാധാരണക്കാരായവർക്ക് പുരാണ കഥകൾ, കുറച്ചുകൂടി ഉയർന്നവർക്ക് കഥകളും അനുഭവങ്ങളും ചേർത്ത്, കുറച്ചുകൂടി ഉയർന്നവർക്ക് കഥകളില്ലാതെ അനുഭവങ്ങൾ മാത്രം ചേർത്ത് വാൽമീകി രാമായണം, കുറച്ചുകൂടി ഉയർന്നവർക്ക് ജസ്റ്റ് ഉപദേശങ്ങൾ മാത്രം, സന്ദേശങ്ങൾ മാത്രം, കുറച്ചുകൂടി ഉയർന്നവർക്ക് ജീവിത യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് മാത്രം വിവരിക്കുന്ന ഉപനിഷത്തുകൾ. അങ്ങനെ 5 ലെവല്. ഈശ്വര ചൈതന്യവും അതേപോലെ തന്നെയാണ്. ശരിക്കും നമ്മൾ ക്ഷേത്രങ്ങളിൽ നോക്കിയാൽ അറിയാം. ഇത് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ എപ്പോഴെങ്കിലും വിവരിക്കാം. ഇപ്പൊ ഞാൻ ഇന്ന് ഇത് വിവരിക്കാൻ വേണ്ടി 4-ാമത്തെ ശ്ലോകം വിവരിക്കാൻ വേണ്ടി പറയുന്നു എന്ന് മാത്രം. കേരളത്തിൽ 44,000 ക്ഷേത്രങ്ങളുണ്ട്. അതിൽ 22,000-ഓളം ക്ഷേത്രങ്ങൾ സ്ത്രീ വിഗ്രഹങ്ങളും ബാക്കി 22,000-ഓളം ക്ഷേത്രം പുരുഷ വിഗ്രഹങ്ങളുമാണ്. അതിൽ 40,000 ക്ഷേത്രങ്ങൾ പ്രൈവറ്റ് അധീനതയിലാണുള്ളത്. 4,000-ഓളം ഏകദേശം ഗവൺമെന്റിന്റെ ബോർഡിന്റെ കീഴിൽ, കൊച്ചി ദേവസ്വം ബോർഡ്, മലബാർ ദേവസ്വം ബോർഡ്, അതുപോലെ ട്രിവാൻഡ്രം ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് 4,000-ഓളം എല്ലാം കൂടി ചേർത്താൽ. അപ്പൊ ആ ക്ഷേത്രങ്ങളിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീ വിഗ്രഹങ്ങൾ ഏതാണ്ട് പകുതി ക്ഷേത്രങ്ങളിൽ, പുരുഷ വിഗ്രഹങ്ങൾ. അതിന്റെ മുകളിൽ നമ്മൾ എത്തിയാൽ, ആത്മീയതയിലെ ക്ഷേത്രങ്ങളുടെ ലെവലിൽ നിന്ന് മുകളിലേക്ക് നമ്മൾ എത്തിയാൽ അവതാരങ്ങളുടെ ലെവലാണ്. ഇപ്പൊ ശ്രീകൃഷ്ണനെ നമുക്ക് എടുക്കാം, അതുപോലെ തന്നെ ശ്രീരാമനെ എടുക്കാം. ശ്രീകൃഷ്ണന്റെ കൂടെ തന്നെ സീതാദേവി, ശ്രീകൃഷ്ണന്റെ കൂടെ തന്നെ സത്യഭാമ, രുക്മിണി, അവരൊക്കെ ഈശ്വരീയ ചൈതന്യമായിട്ട് എടുക്കാം നമുക്ക്. അതുപോലെ ശ്രീരാമന്റെ കൂടെ നമുക്ക് സീതാദേവി എടുക്കാം. അപ്പൊ അവതാരങ്ങൾ ആരായാലും രാമകൃഷ്ണ പരമഹംസരുടെ കൂട്ടത്തിലെടുത്താൽ രാമകൃഷ്ണ പരമഹംസരുടെ ധർമ്മപത്നി ശാരദാദേവി ഉണ്ട്. അങ്ങനെ അവതാരങ്ങളുടെ കൂടെ തന്നെ സ്ത്രീ പുരുഷന്മാരുണ്ട് 2-ാമത്തെ ലെവലില്. എല്ലായിടത്തും വേണമെന്നില്ല, ഉള്ള സ്ഥലത്ത്. 3-ാമത്തെ ലെവലിലെത്തിയാൽ, ആത്മീയതയിൽ 3-ാമത്തെ ലെവലിലെത്തിയാൽ ത്രിമൂർത്തി സങ്കല്പം, ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാര്, പ്രകൃതിയിലുള്ള സൃഷ്ടിസ്ഥിതി സംഹാര ശക്തികൾ, പ്രകൃതിയിലുള്ള സൃഷ്ടിസ്ഥിതി സംഹാര ശക്തികൾ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാര്. അവർക്ക് തുല്യമായിട്ട്, ത്രിമൂർത്തികൾക്ക് തുല്യമായിട്ട് ത്രിശക്തികളുണ്ട്. ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി. ഇച്ഛാശക്തി മഹാലക്ഷ്മി, ജ്ഞാനശക്തി സരസ്വതി, ക്രിയാശക്തി പാർവതി. അപ്പോ ലക്ഷ്മി, സരസ്വതി, പാർവതി ഇപ്പുറത്തും, ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ അപ്പുറത്തും. അപ്പൊ 3 പുരുഷന്മാര്, 3 സ്ത്രീകള്. 4-ാമത്തെ ലെവലിലെത്തിയാൽ പ്രപഞ്ച പുരുഷ ചൈതന്യം, പ്രകൃതി ദേവി സങ്കല്പം, പ്രകൃതി ദേവി എന്ന സ്ത്രീ സങ്കല്പം, പിന്നെ പ്രപഞ്ച പുരുഷ സങ്കല്പം. അവിടെയും നമുക്ക് സ്ത്രീക്കും പുരുഷനും തുല്യമായ സ്ഥാനമാണ്. ക്ഷേത്രത്തിന്റെ കാര്യത്തിലായാലും ഇപ്പോ ബ്രഹ്മകുമാരീസിൽ നോക്കിയാൽ സ്ത്രീകൾ തന്നെയാണ്.
ഏറ്റവും ബ്രഹ്മകുമാരി എന്ന് പറയുന്ന സ്ത്രീകളുടെ തന്നെ ചൈതന്യമാണ്. അങ്ങനെ ഏത് ആശ്രമത്തിൽ പോയാലും ബ്രഹ്മചാരിണികളെയും കാണാം, ബ്രഹ്മത്തിനെയും കാണാം. അമ്മയുടെ കാര്യം നോക്കാം, അവതാരങ്ങളായിട്ട് അമ്മയുണ്ട്, അപ്പുറത്തെ അവതാരമായിട്ട് സായിബാബയുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് രണ്ടും സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ അവതാരങ്ങളുടെ ലെവലുണ്ട്. ത്രിമൂർത്തി ത്രിശക്തി സങ്കല്പത്തിൽ സ്ത്രീ പുരുഷ കോംപ്ലിമെന്ററി ആണ്. പ്രകൃതി ദേവി പ്രപഞ്ച പുരുഷ ചൈതന്യം അവിടെയുണ്ട്. അഞ്ചാമത്തെ ലെവലിൽ എത്തിക്കഴിഞ്ഞാല് പരബ്രഹ്മ സങ്കല്പം, മഹാമായ സങ്കല്പം, അവിടെയും സ്ത്രീ പുരുഷ സങ്കല്പമുണ്ട്. മഹാമായ അല്പം മുകളിലാണ്. മഹാമായ എന്ന സ്ത്രീ സങ്കല്പം, അതുപോലെ തന്നെ പരമാത്മ പരബ്രഹ്മ സങ്കല്പം. അപ്പൊ 5 ലെവലിലും ലെഫ്റ്റ് ഹാൻഡ് പുരുഷൻ, റൈറ്റ് ഹാൻഡ് സ്ത്രീ, അല്ലെങ്കിൽ സ്ത്രീ പുരുഷൻ, റൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് ഹാൻഡ്. ഇത് രണ്ട് കോംപ്ലിമെന്ററി ആണ്. ഇനി നമുക്ക് പ്രകൃതിയെ നോക്കാം. പ്രകൃതി എന്ന് പറയുന്നത് പ്രകൃതി ദേവിയാണ്. ഭൂമിരാപോ നലോ വായു ഖമ്മനോ ബുദ്ധിരേവച അഹങ്കാര ഇതീയമ്മേ ഭിന്ന പ്രകൃതിരഷ്ടത. പ്രകൃതി 8 വിധത്തിലാണുള്ളത്. ഈ ലോകത്തിലുള്ള സർവ്വതിനെയും, അതിനെ നമ്മൾ എനർജി ആയിട്ട് മാറ്റുകയാണെങ്കിൽ പോലും ഭൂമി എന്ന് വെച്ചാൽ പൃഥ്വി, ആപോ യദ്ഘനം സപൃഥ്വി, സോളിഡ് ആയിട്ടുള്ളത് എന്തോ അതാണ് പൃഥ്വി എന്ന് പറയാം. ആപഹ ദ്രവം സ ആപഹ, ഏതെന്നാണോ ദ്രാവകമായിട്ടുള്ളത്. ആപം എന്ന് വെച്ചാൽ വെള്ളം മാത്രമല്ല, ഫ്ലൂയിഡ് എന്ന അർത്ഥം അതിനുണ്ട്. അനലം ഫയർ, അയോണിക് ആയിട്ട് വരുന്ന എനർജി ആയിട്ട് വരുന്നത്. വായു ഫ്ലോയിങ്, വായു എന്ന് വെച്ചാൽ ശരിക്കുള്ള വായു അല്ല, ശരിക്കുള്ള വായുവുമുണ്ട്. നമ്മൾ ഈ ആയുർവേദ ഡോക്ടറുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവർ ചോദിക്കും എന്താ കുഴപ്പം, ഒരു വായുവിന്റെ അസ്കിതയുണ്ട്, അതുകൊണ്ട് കാലിന് ഭയങ്കര വേദനയാണ്. ഇവിടെ വായുവിന്റെ അസ്കിത എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജന്റെ അസ്കിതയല്ല. വായു എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് നമ്മളുടെ തലയിൽ നിന്ന് വരുന്ന മെസ്സേജ് കാലിലേക്ക് എത്തുന്ന ഡോപ്പമീൻ എന്ന് പറയുന്ന അയോണിക് മെറ്റീരിയൽ വർക്ക് ചെയ്യണില്ല. അപ്പൊ വായു എന്ന് വെച്ചാൽ ഇലക്ട്രിക്കൽ ഫ്ലോ ആണ്. അതുകൊണ്ടാണ് കാല് മുമ്പോട്ട് പോവാത്തത്. ഒരു തളർവാദം മാതിരിയൊക്കെ വരുന്നത് വായുവിന്റെ അസ്കിതയാണെന്ന് പറയുന്നത് അതാണ്, അല്ലാണ്ട് ആന്ധ്രവായുവിന്റെയോ അതല്ല. അപ്പോൾ വായു എന്ന് വെച്ച് കഴിഞ്ഞാല് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിക് ലെവല് എന്നൊക്കെ പറയാം. ഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആകാശം, വേവ്സ് ആണ് ഉള്ളത്. അപ്പോ ഭൂമി ആപോ അനലോ വായു, ഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശൂന്യാകാശം, അവിടെ വേവ്സ് ആണുള്ളത് എനർജിയുടെ. പിന്നെ മനസ്സിനെ കുറിച്ച് ഡിഫൈൻ ചെയ്യാൻ സാധിച്ചിട്ടില്ല. പലരും പല രീതിയിൽ പറയുന്നു. കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി മനസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു ഡെഫിനിഷൻ കൊടുക്കുകയും ചെയ്തു. എനിക്കത് മനസ്സിലാവണില്ല. ബുദ്ധിരേവച്ച ഇന്റലക്ച്വൽ കപ്പാസിറ്റി അല്ലെങ്കിൽ വിസ്ഡം, ബുദ്ധിരേവച്ച അഹങ്കാരം. അഹങ്കാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഞാൻ കഴിഞ്ഞ ദിവസം പറയേണ്ടായി. അഹങ്കാരം എന്ന വാക്ക് 2 രീതിയിൽ ഭഗവത്ഗീതയിൽ ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന് അഹങ്കാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവയർനെസ് ആൻഡ് കോൺഷ്യസ്നെസ്. അവയർനെസ് ആൻഡ് കോൺഷ്യസ്നെസ്സിനെ അഹങ്കാരം എന്ന് വെച്ചാൽ അഹം എന്ന ബോധം ഉണ്ടാക്കുന്നത് എന്തോ അത് അഹങ്കാരം. സോഡാകാരം, സോഡ ഉണ്ടാക്കുന്ന കാരം ഏതാണോ അത് സോഡാകാരം. അപ്പക്കാരം, അപ്പം ഉണ്ടാക്കുന്ന കാരം ഏതാണോ അത് അപ്പക്കാരം. അഹംകാരം, അഹം എന്ന ബോധം ഉണ്ടാക്കുന്ന കാരം ഏതാണോ അത് അഹങ്കാരം. പക്ഷെ അഹംഭാവം അത് വേറെയാണ്, അത് ഈഗോ ആണ്. അഹംഭാവം എന്ന് പറയുന്നത് ഈഗോ ആണ്. അപ്പൊ ഇവിടെ അഹങ്കാരം എന്ന് പറയുന്നത് അഹംഭാവം എന്നുള്ള അർത്ഥത്തിലല്ല ഉപയോഗിച്ചിരിക്കുന്നത്. ഭഗവത്ഗീതയില് അഹങ്കാരം എന്നുള്ളത് അഹംഭാവത്തിനും ഉപയോഗിക്കാറുണ്ട്, അഹങ്കാരത്തിനും ഉപയോഗിക്കാറുണ്ട്. അഹംഭാവത്തിന് എവിടെയാ ഉപയോഗിക്കുക? അഹങ്കാര വിമൂഢാത്മാ കർത്താഹമിതി മന്യതേ. അഹങ്കാരം തലയ്ക്ക് കയറി ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തി പറയുന്നു, ഞാനില്ലെങ്കിൽ കാണാമായിരുന്നു എന്തൊക്കെ ഇവിടെ നടക്കുമെന്ന്, ഞാനാണ് ഇതൊക്കെ ചെയ്തത്, ഞാൻ വന്നിട്ടാണ് ഇത് സോൾവ് ചെയ്തത്, എന്നെയാണ് അത് ഏൽപ്പിച്ചിരിക്കുന്നത്, ഞാനത് കൈകാര്യം ചെയ്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്ന് അഹങ്കാര വിമൂഢാത്മാ കർത്താഹം ഇതി മന്യതേ. അപ്പൊ അവിടുത്തെ അഹങ്കാരം ഈഗോ ആണ്. ഇവിടുത്തെ അഹങ്കാരമോ ശരിക്കും പൃഥ്വി ഭൂമിരാപോ നലോ വായു ഖമ്മനോ ബുദ്ധിരേവച, അത് 7. അഹങ്കാരം അവയർനെസ് ആൻഡ് കോൺഷ്യസ്നെസ്. ഇതി യമ്മേ ഭിന്ന പ്രകൃതി അഷ്ടത. 8 വിധത്തിലുള്ള കോമ്പോണന്റുകൾ കൊണ്ടാണ് സർവ്വതും ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ മഹാസങ്കല്പത്തിൽ പറയും പൃഥിവി അപ്പ തേജ വായു ആകാശ അഹങ്കാരാദി മഹദവ്യക്തൈഹി ആവരണൈഹി ആവൃതേ അസ്മിൻ മഹതി ബ്രഹ്മാണ്ഡമണ്ഡലേ. ഈ പ്രപഞ്ചത്തിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും അവിടെ ഈ മനോബുദ്ധി പറയാറില്ല.
മനോബുദ്ധി മാറ്റി വെച്ചിട്ട് പൃഥ്വി അപ്പ് ആകാശ, പൃഥ്വി അപ്പ് ആകാശ, പൃഥ്വി അപ്പ് ആകാശ, അഹങ്കാരാദി മഹദവ്യക്തൈഹി ആവൃതൈഹി ആവൃതി, അത് മഹാസങ്കല്പത്തിൽ. ഇവിടെ 8 വിധത്തിലുള്ള പ്രകൃതിയാണ്. ഇതീയമ്മേ ഭിന്ന പ്രകൃതി അഷ്ടത. പ്രകൃതിയിൽ കാണുന്നത് ഈ 8 കോമ്പോണന്റുകളായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഒരു ചെറിയ അനുഭവം ഞാനവിടെ ബോംബെ IIT-യിൽ ക്ലാസ് എടുക്കാൻ 2 പ്രാവശ്യം പോയപ്പോഴത്തേക്കും, IIT-യിലാണ് BHEL-ലാണ്, IIT-യുടെ ഓപ്പോസിറ്റ് അവിടെ ക്ലാസ് എടുക്കാൻ പോകുമ്പോഴത്തേക്കും പറയേണ്ടായി, ഒരു വലിയ സ്ഥാപനത്തിൽ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ഇതിൻ്റെ ഡയറക്ടറൊക്കെ ഉണ്ടായിരുന്നു, മാതാ അമൃതാനന്ദമയി അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞു, ഫിസിക്കലി ഡയറക്ടർ അമ്മയെ സ്വാഗതം ചെയ്തപ്പോൾ പറഞ്ഞു എന്ന് തോന്നുന്നു, അമൃതാനന്ദമയെ സ്വാഗതം ചെയ്തപ്പോൾ പറഞ്ഞു എന്ന് തോന്നുന്നു, ഈ പ്രകൃതിയിൽ 5 കോമ്പോണന്റുകളാണുള്ളത്. അത് നമ്മൾ ഉപനിഷത്തുകളിലൊക്കെ പറയുന്ന മാതിരി തന്നെയാണ്. എങ്ങനെയാണ് മോഡേൺ സയൻസും നമ്മുടെ ഉപനിഷത്തുകളും ഒരുമിച്ച് യോജിക്കുന്നത്? പൃഥ്വി അപ്പ് തേജ വായു ആകാശം അഹങ്കാരം. പൃഥ്വി അപ്പ് തേജ വായു ആകാശം. അഹങ്കാരം മെറ്റീരിയൽ അല്ലല്ലോ, പക്ഷേ പൃഥ്വി അപ്പ് തേജ വായു ആകാശം 5. ആ പഞ്ചഭൂതങ്ങളിൽ തന്നെയാണ് മോഡേൺ സയൻസ് വന്ന് എത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞു. അമ്മ മറുപടി കൊടുക്കുമ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു, മോനെ 5 ലെവലല്ല 8 ലെവലാ നമുക്കിവിടെ ഉള്ളത്. ഭാരതത്തിൽ 8 ലെവലാ, നിങ്ങളുടെ സയൻസ് അവിടെ എത്താൻ ഇനിയും കാലം എടുക്കുന്ന അമ്മ പറഞ്ഞു. ഇതൊരു ഭയങ്കര ചർച്ചയായിരുന്നു അത് എന്നാണ് അതിൽ പങ്കെടുത്ത ആൾക്കാർ എന്നോട് പറഞ്ഞത്. ഞാൻ നേരിട്ട് കേട്ടില്ല. ഭയങ്കര ചർച്ചയായിരുന്നു എന്ന് പറഞ്ഞാൽ അമ്മ 8 എന്ന് പറഞ്ഞത് ഇതാണ്: ഭൂമിരാപോ നലോ വായു ഖമ്മനോ ബുദ്ധിദേവച അഹങ്കാരം ഇതീയമ്മേ ഭിന്ന പ്രകൃതി അഷ്ടത. ഈ പ്രകൃതിയിലുള്ള സർവചരാചരങ്ങൾക്കും അതിനൊരു മെന്റൽ അപ്രോച്ച് ഉണ്ട്. മൈൻഡ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ, അതിനൊരു കോൺഷ്യസ്നെസ് ഉണ്ട്, ഒരു ബുദ്ധിയോ ഉണ്ടായില്ല. എല്ലാത്തിനും ഇലക്ട്രോണുകൾ S ഓർബിറ്റില്, P ഓർബിറ്റില്, D ഓർബിറ്റില്, F ഓർബിറ്റില്, sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റില്, sp2 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റില്, sp ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റില് എന്നൊക്കെ ആയിട്ട് വരുന്നതിന്, അതുപോലെ ക്വാണ്ടം എൻറ്റാങ്കിൾമെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഫിസിക്സിൽ പറയാറുണ്ട്, എല്ലാവർക്കും മനസ്സിലാവില്ല. അതിനൊക്കെ എന്തോ ഒരു തരത്തിലുള്ള സ്വബോധം, അവയർനെസ്സും കോൺഷ്യസ്നെസ്സും വിവേകവും എല്ലാം ഉണ്ട് എന്ന ലെവലിലേക്ക് വരുന്നു നമ്മൾ. എന്താ ഇതിന്റെ അർത്ഥം അറിയാമോ? പ്രജ്ഞാനം ബ്രഹ്മ. അതാണ് ഫ്രിഡ്ജ് ഓഫ് ക്യാപ്ര പറഞ്ഞത്, വെയർ ദ അൾട്രാ മോഡേൺ ഫിസിക്സ് ഹാസ് കം ടു ആൻ അബ്രപ്റ്റ് എൻഡ്. Where the ultra modern physics has come to an abrupt end, there starts ancient Indian Upanishadic philosophy. There starts ancient Indian Upanishadic philosophy. അതിന്റെ അർത്ഥം എന്താ? ഇനി ഫിസിക്സിന് മുമ്പോട്ട് പോകണമെങ്കിൽ ഉപനിഷത്തിന്റെ വഴിയിലൂടെയേ പോകാൻ സാധിക്കുള്ളൂ. അത് കേൾക്കുമ്പോഴത്തേക്കും പലപ്പോഴും എന്തൊരു മണ്ടത്തര പറയുന്നതെന്ന് തോന്നും. പക്ഷേ ഇപ്പോഴത്തെ ഫിസിക്സിലും കെമിസ്ട്രിയിലും അവയർനെസ്സും കോൺഷ്യസ്നെസ്സും ഉപയോഗിച്ചിട്ടേ കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ. അതാണ് നമ്മളുടെ ഋഗ്വേദത്തിലെ ആദ്യത്തെ ഉപനിഷത്തായ ഐതരേയ ഉപനിഷത്തിലെ 1ാമത്തെ മഹാവാക്യം, പ്രജ്ഞാനം ബ്രഹ്മ. ആ പ്രജ്ഞാനം ബ്രഹ്മ എന്ന് പറഞ്ഞാൽ അവയർനെസ് ആൻഡ് കോൺഷ്യസ്നെസ്, ദാറ്റ് ഈസ് ദി അൾട്ടിമേറ്റ് ഓഫ് എവ്രിതിങ്. ദാറ്റ് ഈസ് ദ അൾട്ടിമേറ്റ് ഓഫ് എവ്രിതിങ്. അതാണ് പ്രജ്ഞാനം ബ്രഹ്മ. 1ാമത്തെ വേദത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ ഉപനിഷത്ത് ഐതരേയ ഉപനിഷത്തിലെ മഹാവാക്യമാണ് ഇത്. അപ്പൊ അതിപ്പോ അവയർനെസ് ആൻഡ് കോൺഷ്യസ്നെസ് എന്നുള്ളത് ഇലക്ട്രോണുകൾക്കുണ്ട്. ക്വാണ്ടം എൻറ്റാങ്കിൾമെന്റ് എന്നൊരു പ്രതിഭാസമുണ്ട്, അത് എന്തെങ്കിലും ഒരു ദിവസം പറയാം. അപ്പൊ ആ ക്വാണ്ടം എൻറ്റാങ്കിൾമെന്റ് എന്ന പ്രതിഭാസത്തില് സ്പിൻ ക്വാണ്ടം നമ്പറിൽ വരുന്ന വ്യത്യാസങ്ങൾ അത് അവയർനെസ് ഇലക്ട്രോണുകൾക്ക് ഉള്ളത് കൊണ്ടാണ് എന്ന് വിവരിക്കാൻ സാധിക്കും. അപ്പൊ ഇത് പ്രകൃതിയെ കുറിച്ചിട്ട് പറയാം, പ്രകൃതിയുടെ 8 ഭാഗങ്ങൾ. ഇനി അടുത്തത് 5ാമത്തെ ശ്ലോകം, 7ാമത്തെ അധ്യായത്തിൽ 5ാമത്തെ ശ്ലോകം. അപരേയമിതസ്ത്വന്യാം പ്രകൃതിം വിദ്ധി മേ പരാം ജീവഭൂതാൻ മഹാബാഹോ യേദം ധാര്യതേ ജഗത്. ശരിക്ക് ഇവയ്ക്ക് പുറമേ ഹേ മഹാബാഹോ അർജുന, എനിക്ക് മറ്റൊരു ഉത്കൃഷ്ടമായ ശക്തിയുണ്ട്. ഈ പ്രകൃതിയിലെ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന ഒരു ചൈതന്യമുണ്ട്. അപരേയം ഇതസ്ത്വന്യ, എനിക്ക് മറ്റൊരു രൂപമുണ്ട്. ഈ പ്രകൃതിയിലെ 8 ഭാഗങ്ങളും എൻ്റെ തന്നെ മാനിഫെസ്റ്റേഷനും മാനിപ്പുലേഷനും തന്നെയാണ്. പ്രകൃതിയുടെ ഇപ്പൊ പറഞ്ഞ 8 ഭാഗങ്ങളും കൂടാതെ വിദ്ധി മേ പരാം, അല്ലയോ അർജുന, എൻ്റെ അപരിമിതമായ മറ്റൊരു ഭാവത്തെ കുറിച്ച് നീ അറിഞ്ഞാൽ. അപ്പൊ യഥാർത്ഥത്തിൽ ഇവിടെ കൃഷ്ണനെ തന്നെ അങ്ങോട്ട് അവതരിപ്പിക്കാൻ തുടങ്ങുകയാണ്. കൃഷ്ണൻ തന്നെ പ്രപഞ്ച ചൈതന്യം എന്ന രീതിയിൽ
കൃഷ്ണൻ അവതരിപ്പിക്കുകയാണ്, നീ എൻ്റെ അപരിമിതമായ മറ്റൊരു വിഭൂതിയെ കുറിച്ച് അറിഞ്ഞാലും ജീവഭൂതാ മഹാബാഹോ യേതം ധാര്യതേ ജഗത്. ആ രണ്ടാമത്തെ ആ ചൈതന്യമാണ് അപരിമിതമായ മറ്റൊരു ചൈതന്യം. ഈ പ്രകൃതിയുടെ 8 കൂടാതെ ജീവഭൂതാൻ മഹാബാഹോ, അല്ലയോ മഹാബാഹുവായ അർജുന, ഈ 12 ലക്ഷം തരത്തിലുള്ള ജന്തുക്കള് കഴിഞ്ഞ ദിവസം 3 ദിവസം മുമ്പ് ഒരു സ്ഥലത്ത് വായിച്ചു 12 ലക്ഷം തരത്തിലുള്ള ജന്തുക്കളല്ല, 8.5 ലക്ഷം തരത്തിലുള്ള ജന്തുക്കളാണുള്ളതെന്ന്. അപ്പൊ ഈ നമ്പർ ഇങ്ങനെ മാറി മാറി വരുന്നു, ഒരു പിടുത്തവും കിട്ടണില്ല. അപ്പൊ എത്രയായാലും നമുക്ക് വിരോധമില്ല. 8.5 ലക്ഷം ആണെങ്കിലും വിരോധമില്ല, 1.2 മില്യൺ 12 ലക്ഷം ആണെങ്കിലും ആ ജീവഭൂതാ മഹാബാഹോ യേതം ധാര്യതേ ജഗത്, ഈ പ്രപഞ്ചത്തെ മുഴുവനും നിലനിർത്തുന്ന എൻ്റെ തന്നെ ഉത്കൃഷ്ടമായ മറ്റൊരു ചൈതന്യമുണ്ട്. അതിലാണ് ജീവജാലങ്ങളെല്ലാം നിലനിൽക്കുന്നത്. ഈ പ്രപഞ്ച ചൈതന്യത്തിന്റെ ആധാരശക്തി എന്നിലാണ് നിലനിൽക്കുന്നത്. അതാണ് ഇതിനെല്ലാത്തിനെയും ധാര്യതേ സപ്പോർട്ട് ചെയ്യുന്നു, പ്രൊട്ടക്ട് ചെയ്യുന്നു, ഹോൾഡ് ചെയ്യുന്നു. അതിനെയൊക്കെ ധരിക്കുന്നത് ഞാനാണ്. ഷർട്ട് ധരിക്കുക. അപ്പോൾ ഇതിനൊക്കെ ധരിക്കുന്നത് ഞാനാണ്. അപ്പോൾ പ്രകൃതി 8 വിധത്തിലുണ്ട്. അതിനകത്ത് അത് കൂടാതെ അത് പ്രകൃതിയുടേതാണെങ്കിൽ പ്രകൃതിയുടേതല്ലാത്ത മറ്റൊരു മറ്റൊന്നുള്ളത് ആ ശക്തി എന്നിൽ തന്നെ നിലനിൽക്കുന്നു. ആ ജീവജാലങ്ങളെല്ലാം അതിൻ്റെ ഭാഗമാണ്. ജീവജാലങ്ങളെല്ലാം അതിൻ്റെ തന്നെ മാനിഫെസ്റ്റേഷനും മാനിപ്പുലേഷനുമാണ് എന്നറിയുക. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇത് നമുക്ക് ഭഗവത്ഗീത പഠിക്കുന്ന ഇന്നത്തെ തലമുറയ്ക്ക് ഇതിനെക്കുറിച്ച് വലുതായിട്ട് അറിയേണ്ട ആവശ്യമില്ല. 2 രീതിയിലാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഒന്ന് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കുറേ അധികം മെറ്റീരിയൽസിൻ്റെ ക്യാരക്ടർ, അതിനതീതമായിട്ടൊരു ഈശ്വരീയ ശക്തി വേറൊന്നുണ്ട് എന്ന് പറയുന്നു. അപ്പൊ ഭൂമി ആപോ അനലോ വായു ഖം മനോ ബുദ്ധിരേവച, അഹങ്കാരം, ഈ 8 അതിൻ്റെ തനി സ്വഭാവവും പുറത്തു നിന്നൊരു ഈശ്വരീയമായ മറ്റൊന്നും എന്ന് നമ്മൾ പറയും. ഏതുപോലെയാണ്? ഒരു അകന്ന ഒരു എക്സാമ്പിളാണ് പറയുന്നത്, പെട്ടെന്ന് എടുത്തേക്കരുത്. ഒരു കുട്ടി പഠിക്കുന്നു എന്ന് വിചാരിക്കാം, നല്ലോണം 10ാം ക്ലാസ് പരീക്ഷയ്ക്ക് പഠിക്കുന്നു. ആ കുട്ടിക്ക് പഠിക്കാൻ ടീച്ചേഴ്സിന്റെ ക്ലാസ്, അമ്മയുടെ ഗൈഡൻസ്, ആ കുട്ടിക്ക് കാപ്പി കുടിക്കാനുള്ള സൗകര്യങ്ങൾ, പഠിക്കാനുള്ള സൗകര്യങ്ങൾ, നല്ല രീതിയിലുള്ള ലൈറ്റ് എല്ലാം അച്ഛനും അമ്മയും എല്ലാം ചേർത്ത് കൊടുത്തു. ഈ കുട്ടി നല്ലോണം പഠിച്ചു, നല്ലോണം റിക്കളക്ട് ചെയ്തു, നല്ലോണം പരീക്ഷ എഴുതി. എല്ലാം ആ കുട്ടിക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം ആ കുട്ടിക്ക് ചെയ്യാവുന്നത്, പ്രകൃതിയെ പോലെ ആ കുട്ടിക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ. ഇനി ഇതിനപ്പുറത്തൊന്നും നമ്മൾ പറയാറില്ലേ? എന്തെല്ലാം നീ എഴുതിയാലും എത്രയൊക്കെ പഠിച്ചാലും എന്തൊക്കെയാണെങ്കിലും ദൈവാധീനം എന്നൊന്നുണ്ട് കുട്ടി എന്ന് പറയാറില്ലേ നമ്മൾ? അത് മെറ്റീരിയലിസ്റ്റിക്കലി ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അത് ടാഞ്ചിബിൾ പാരാമീറ്റർ അല്ലല്ലോ. ഈവൻ മനസ്സിനെ പോലും ടാഞ്ചിബിൾ പാരാമീറ്റർ ആയിട്ട് പറയാം ഇപ്പോഴത്തെ കണ്ടീഷനിൽ. മനോനില എത്രയാണെന്ന് ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെ സൈക്കാട്രിസ്റ്റും സൈക്കോളജിസ്റ്റും ഉണ്ട്. അയാളുടെ IQ എത്രയാണ്, ബുദ്ധി എത്രയുണ്ട് എന്നുള്ളത് പറയാം. EQ, മെന്റൽ സ്റ്റെബിലിറ്റി, അതൊക്കെ ഇപ്പൊ കുറേയൊക്കെ നമുക്ക് ടാഞ്ചിബിൾ പാരാമീറ്ററിൽ പറയാൻ പറ്റും. പക്ഷെ ദൈവാധീനം ടാഞ്ചിബിൾ പാരാമീറ്ററിൽ പറയാൻ പറ്റില്ലല്ലോ. ദൈവാധീനം ടാഞ്ചിബിൾ പാരാമീറ്ററിൽ മെഷർ ചെയ്തിട്ട് പറയാൻ സാധിക്കില്ല. അതാണ് ഇവിടെ മറ്റൊരു ചെറിയ ഉദാഹരണമായിട്ട് ഞാൻ പറയുന്നത്. അതേപോലെ എടുത്തേക്കല്ലേ, പ്രകൃതി ആയിട്ടുള്ളത് എല്ലാത്തിലും ഈ 8 ഉണ്ട്. അത് കൂടാതെ അർജുന, എൻ്റെ പ്രഭാവലയം അത് അപരേയം, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരെണ്ണമുണ്ട് അർജുന, അതിലാണ് ഞാൻ നിലനിൽക്കുന്നത് എന്ന് കൃഷ്ണൻ വിവരിക്കുന്നു. 6 ഏതത് യോനീനി ഭൂതാനി സർവാണീത്യുപധാരയ, ആ ഒരു ചൈതന്യം അഹം കൃഷ്ണസ്യ ജഗതഃ പ്രഭവ പ്രളയസ്തദാ, സമ്പൂർണമായിട്ടുള്ള ഈ ചൈതന്യം, അഹം ഞാൻ, കൃഷ്ണസ്യ സമ്പൂർണമായിട്ടുള്ള, ജഗതഃ, ജഗത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ജഗത്ത് എന്ന് പറഞ്ഞാൽ നല്ലൊരു വാക്കാണ് കേട്ടോ. ജഗത്ത് എന്ന വാക്കിൽ നിന്നാണ് ജാഗ്രത എന്ന വാക്കുണ്ടായത്.
ജഗത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ലോകം എന്നുള്ളതിനെ കുറിച്ച് ഇന്നലെ പറഞ്ഞു ഇല്ലേ? എന്താ ലോകം എന്ന് പറഞ്ഞാല്? ലൗകികമായ അവസ്ഥയിൽ നിലനിൽക്കുന്ന ജനങ്ങൾ എവിടെയാണോ ഉള്ളത് അതാണ് ലോകം. അത് ഒരർത്ഥമാണ്. പിന്നെ സൂര്യലോകം, ചന്ദ്രലോകം എന്നൊക്കെ പറയുന്ന വേറെ രീതിയിലുണ്ട്. ഞാൻ ഈ നമ്മളുടെ വ്യാവഹാരിക ലോകത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ജഗത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ജനിച്ച് ഇന്ന് ഇല്ലാതെയാകുന്നതെന്തോ അത് ജഗത്ത്. ജനിച്ച് നിലനിന്ന് ഇല്ലാതെയാകുന്നതെന്തോ അത് ജഗത്ത്. അപ്പൊ ഈ 8.5 ലക്ഷം അല്ലെങ്കിൽ 12 ലക്ഷം തരത്തിലുള്ള ജന്തുക്കളും 4 ലക്ഷം തരത്തിലുള്ള വൃക്ഷങ്ങളും 80,000 തരത്തിലുള്ള വൃക്ഷങ്ങളും 4 ലക്ഷം തരത്തിലുള്ള സസ്യങ്ങള്, 12 ലക്ഷം തരത്തിലുള്ള ജന്തുക്കള്, 4 ലക്ഷം തരത്തിലുള്ള സസ്യങ്ങള്, 80,000 തരത്തിലുള്ള വൃക്ഷങ്ങളെല്ലാം, പിന്നെ 10 ലക്ഷം തരത്തിലുള്ള സൂക്ഷ്മ ജീവികള്. ഇത് ജനിച്ച് നിലനിന്ന് ഇല്ലാതെയാകുന്നതാണ്. അപ്പൊ അത് ജഗത്താണ്. ഇനി കുറച്ചുകൂടി കടന്ന് ചിന്തിച്ചു എന്ന് വിചാരിക്കാം. കുറച്ചുകൂടി കടന്ന് ചിന്തിക്കുന്നു വിചാരിക്കാം. ഈ സൂര്യനും അതേപോലെ തന്നെയാണ്. ട്രില്യൺസ് ഓഫ് വർഷങ്ങൾക്ക് മുമ്പ് സൂര്യൻ ജനിച്ചു. ട്രില്യൺസ് ഓഫ് വർഷങ്ങൾ അത് നിലനിൽക്കും. അത് കഴിഞ്ഞ് അതൊരു ബ്ലാക്ക് ഹോളായിട്ട് മരിക്കും. അപ്പൊ ഈ നക്ഷത്രങ്ങള് ഈ പ്രപഞ്ചത്തില് ഏകദേശ കണക്കനുസരിച്ച് 4 സെക്കൻഡില് ഒരു നക്ഷത്രം ജനിക്കുന്നു. പ്രപഞ്ചത്തിലാണ്, കോസ്മിക് നമ്മുടെ സോളാർ സിസ്റ്റത്തിലല്ല. 4 സെക്കൻഡില് ഒരു നക്ഷത്രം ജനിക്കുന്നു. 3.5 സെക്കൻഡില് ഒരു നക്ഷത്രം മരിക്കുന്നു. ആ ജനന മരണങ്ങൾ ഇങ്ങനെ നടക്കുന്നു. മരിക്കുന്നു എന്ന് വെച്ചാൽ ബ്ലാക്ക് ഹോളായി മാറുന്നു. അപ്പോ നമ്മൾ നോക്കുകയാണെങ്കിൽ അതും ജഗത്തിൽ തന്നെയാണ്. അപ്പൊ ജനിച്ച് നിലനിന്ന് ഇല്ലാതെയാകുന്നത്. ഇനി നമ്മുടെ വായുവിലുള്ള നൈട്രജൻ, ഓക്സിജൻ ഒക്കെ എടുക്കാം. 10:37, 10:38 വർഷമാണ് ഒരു നൈട്രജൻ മോളിക്യൂളിന്റെ, ഓക്സിജൻ മോളിക്യൂളിന്റെ ആയുസ്. അത്രേ ഡോക്ടർ പ്രഭാകരൻ നായർ നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയിൽ ഫിസിക്സിന്റെ പ്രൊഫസർ എഴുതിയ അതിഗംഭീരമായിട്ടുള്ള പുസ്തകം അത് ആരുടെ അടുത്തേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതൊരു ദുഃഖകരമായിട്ടുള്ള വസ്തുതയാണ്. ഫിസിക്സിനെയും നമ്മുടെ ആത്മീയതയും കൂടി ബന്ധപ്പെടുത്തിക്കൊണ്ട് അദ്വൈതവും കൂടി ചേർത്ത് എഴുതിയിരിക്കുന്ന പുസ്തകമാണ് അദ്ദേഹത്തിന്റെ. ഗംഭീര പുസ്തകമാണ്. അപ്പൊ ഞാനിവിടെ പറയുന്നത് അഹം കൃഷ്ണസ്യ ജഗതഃ, ജനിച്ച് നിലനിന്ന് ഇല്ലാതെയാകുന്നത് എന്തൊക്കെ ഈ പ്രപഞ്ചത്തിലുണ്ടോ അത് സമ്പൂർണമായും പ്രഭവ പ്രളയസ്തത ഗ്ലോറിയസ്ലി ക്രിയേറ്റിംഗ്. ഭവ എന്ന് വെച്ചാൽ ഉണ്ടാകുന്നു, ഭവതി എന്ന് വെച്ചാൽ ഉണ്ടാകുന്ന അവസ്ഥ, പ്രഭവ എന്ന് വെച്ചാൽ ഗ്ലോറിയസ്ലി ഉണ്ടാകുന്നതും, പ്രലയസ്തത, ലയം എന്ന് വെച്ചാൽ ഡിസോൾവ് ഔട്ട് ആവുക, പ്രളയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസോൾവ് ഔട്ട് ആവുക. അപ്പൊ ഇവിടെ എന്താണ്? ഈ ലോകത്തില് ജഗത്തിലാണ് നിലനിൽക്കുന്നത് എന്ന ബോധം ഉണ്ടാവുക. ഇതാണ് ജഗത്ത്. ഈ ട്രാൻസ്ഫോമറിലൊക്കെ എഴുതി വെച്ചിട്ടില്ലേ, ജാഗ്രത. ഒരു മനുഷ്യന്റെ തലയോടും 2 കൈയും കൂടി വെച്ചിട്ട് എഴുതി വെച്ചിരിക്കുകയാണ്. കസ്റ്റംസിന്റെ പാക്കറ്റിലും അങ്ങനെ ചിലപ്പോൾ എഴുതി വെക്കാറില്ല. സ്വർണ്ണമാണെങ്കിൽ എഴുതി വെക്കാറില്ല, ഈന്തപ്പഴമാണെങ്കിൽ എഴുതി വെക്കും ചിലപ്പോൾ. അപ്പൊ യഥാർത്ഥത്തിൽ ഈ ട്രാൻസ്ഫോമറിൽ മനുഷ്യന്റെ തലയോടും ഈ 2 കൈയും വെച്ചിരിക്കുന്നിട്ട് ജാഗ്രത എന്ന് എഴുതും. സംസ്കൃതത്തിലെ വാക്കാണത്. ജാഗ്രതൈ എന്ന് തമിഴിലും എഴുതും. എന്താ ഇതിന്റെ അർത്ഥം? ജനിച്ച് നിലനിന്ന് ഇതിൽ കയറി പിടിച്ച് ഇല്ലാതെയാവരുത് എന്നുള്ള അർത്ഥമേ ഉള്ളൂ. ജനിച്ച് നിലനിന്ന് ഇല്ലാതെയാവുന്നതാണ് ജഗത്ത്. അതിൽ കയറി പിടിച്ചില്ലാതെയാവുന്നത് ജാഗ്രത. തസ്മാത് ജാഗ്രത. റിമെമ്പർ ദാറ്റ് യു ആർ നോട്ട് പെർമനന്റ് ഇൻ ദിസ് വേൾഡ്. ജാഗ്രത, യു ആർ നോട്ട് പെർമനന്റ് ഇൻ ദിസ് വേൾഡ്. അതുകൊണ്ട് നിങ്ങൾ അതിൽ കയറി പിടിച്ചില്ലാതെയാവരുത്. അപ്പോ ഏതത് യോനീനി ഭൂതാനി സർവാണീത്യുപധാരയ. ഇപ്പൊ കൃഷ്ണൻ പറഞ്ഞില്ലേ, ഈ പ്രകൃതി അതൊക്കെ മെറ്റീരിയലിസ്റ്റിക്കാണ്. അത് കൂടാതെ അതിനകത്ത് പ്രഭാപൂരിതമായിട്ട് നിൽക്കുന്ന എൻ്റെ ചൈതന്യമുണ്ട് അർജുന. എൻ്റെ ചൈതന്യം ഇതിനകത്തുണ്ട്. എങ്ങനെയാണോ ആപ്പിളില് മധുരമുള്ളത്, എങ്ങനെയാണോ നാരങ്ങയില് പുളിപ്പുള്ളത്, അതുപോലെ എന്ന് വിചാരിച്ചാൽ മതി. എക്സാക്ട്ലി അതേപോലെ അല്ല. ഈ പ്രകൃതിയിലെ 8 കോമ്പോണന്റുകൾ ഒരുമിച്ച് ചേരുമ്പോൾ എന്താണോ നിങ്ങൾക്ക് കിട്ടുന്നത്, അതിനകത്ത് എൻ്റെ ചൈതന്യമുണ്ട്. ഇത് അപരാമായിട്ടുള്ള ഉള്ളത് ഉണ്ട്. ആ ചൈതന്യമാണ് ഏതത് യോനീനി ഭൂതാനി, സർവചരാചരങ്ങളുടെയും
ഉത്ഭവത്തിന് ആവശ്യമായിട്ടുള്ള യോനി, ക്രിയേഷൻ സെന്റർ, പ്രൊഡക്ഷൻ സെന്റർ, വൂമ്പ് ഗർഭപാത്രത്തിന്റെ സ്ഥാനം, ഉത്ഭവസ്ഥാനം. ഏതത് യോനീനി ഭൂതാനി, ഈ സർവചരാചരങ്ങൾക്കും പ്രഭവ പ്രളയസ്ഥത, അതിന്റെ ഉത്ഭവത്തിന്റെ യോനി എന്ന് പറയുന്നത് സർവാണി ഇതി ഉപധാരയ, സർവാണീത്യുപധാരയ, എല്ലാം അതില് ശരിക്ക് നിലനിൽക്കുന്നു എന്ന് ഉപധാരയ നീ മനസ്സിലാക്കിയാലും, അത് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും വിരോധമില്ല, സിമ്പിളായിട്ട് പറഞ്ഞു തരാവുന്നതേ ഉള്ളൂ. ഈ പ്രകൃതി കൊണ്ട് മാത്രം ഒന്നും ആവില്ല. 8 പ്രകൃതി, ഭൂമിരാഗോ നലോ വായു ഖമ്മനോ ബുദ്ധിദേവച അഹങ്കാരമിതീയമ്മേ ഭിന്ന പ്രകൃതിരഷ്ടത. ഒരാൾക്ക് ബുദ്ധിയുണ്ട് പക്ഷെ ജീവനില്ല, ഒരാൾക്ക് മനസ്സുണ്ട് ജീവനില്ല എന്ന് ചിന്തിക്കുന്ന പോലെ ആ പരമമായ ജീവചൈതന്യം അത് ഞാനാണ്. അതുണ്ടെങ്കിലേ ഈ പ്രകൃതി 8 വർക്ക് ചെയ്യുള്ളൂ എന്ന് സർവാണി ഇതി ത്വം ഉപധാരയ എന്ന് നീ മനസ്സിലാക്കിയാലും. അപ്പൊ പ്രകൃതിയിലെ 8 മാത്രമല്ല, അതിൻ്റെ അപ്പുറത്തുള്ളൊരു വലിയ ചൈതന്യമുണ്ട്. അത് ഞാൻ എന്ന ചൈതന്യമാണ്. അർജുന മഹാബാഹോ, ആ ചൈതന്യത്താലാണ് ഈ പ്രഭവം സൃഷ്ടിക്കപ്പെടുന്നതും. അതുപോലെ തന്നെ പ്രളയം, ലയം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഗ്ലോറിയസ്ലി ഡിസോൾവ് ഔട്ട് ചെയ്യുക, ലയിക്കുക. പ്രാന്ന് വെച്ചാൽ ഗ്ലോറിയസ്ലി, ഭവഹ എന്ന് വെച്ചാൽ ഉത്ഭവിക്കുക, പ്രഭവ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉത്ഭവിക്കുന്നു, പ്രലയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങ് ഡിസോൾവ് ഔട്ട് ആകുന്നു. അതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ചൈതന്യം ഞാൻ തന്നെയാണ് എന്ന് അർജുന മനസ്സിലാക്കിയാൽ. മത്തപരതരന്നാന്യ കിഞ്ചിതസ്തി ധനഞ്ജയ. ഒരൊറ്റ അടിയാണ് അവിടെ എത്തിയപ്പോഴത്തേക്കും അർജുനന്റെ അടുത്ത് കൃഷ്ണൻ, ഞാനല്ലാതെ ഇവിടെ വേറൊന്നും ഇല്ല അർജുന, പ്രശ്നം തീർന്നില്ലേ? മത്തപരതരം, ഞാനല്ലാതെ, പരതരം വേറൊന്ന്, അന്യ മറ്റൊന്നും, കിഞ്ചിത് അസ്തി വേറൊന്നും ഇവിടെ ഇല്ല. ധനഞ്ജയ, ധനത്തിനെ പോലും കവച്ചു വെക്കാൻ കപ്പാസിറ്റി ഉള്ളവനെ, പോസിറ്റീവായിട്ടുള്ള എല്ലാത്തിനെ പോലും ജയിക്കാൻ കപ്പാസിറ്റി ഉള്ള അർജുന, ഞാനല്ലാതെ എന്നേക്കാൾ വലുതായിട്ട്, എന്നേക്കാൾ മുകളിലായിട്ട്, എന്നേക്കാൾ അപ്പുറത്തായിട്ട്, ഞാൻ അല്ലാത്തതായിട്ടൊന്നും ഇവിടെ ഇല്ല. അപ്പൊ നമ്മൾ എന്താ പറയാ, ശരിക്കും ഇതിനൊരു വലിയ മനസ്സിലാക്കാൻ പറ്റുമോ നോക്കാം. മത്തപരതരം, ഞാൻ അല്ലാതെ മറ്റൊന്ന്, എനിക്ക് മുകളിലോ എനിക്ക് ചുവട്ടിലോ എൻ്റെ സൈഡിലോ ഇതിലോ ഒക്കെ ഞാൻ തന്നെയാണ്. അന്യ കിഞ്ചിത് അസ്തി, മറ്റൊന്ന്, ഒന്നും, കിഞ്ചിത് വെച്ചാൽ യാതൊന്നും, അസ്തി ഇല്ല, അസ്തി ധനഞ്ജയ. മയി സർവമിതം പ്രോതം, മയി സർവമിതം പ്രോതം, എല്ലാം എന്നിൽ തന്നെ കണക്ട് ചെയ്തിരിക്കുന്നു, എല്ലാം എന്നിൽ തന്നെ. ഇതം സർവം സൂത്രേ മണികണ ഇവ, ഈ മുത്തുകള് ഒരു ചരടില് കോർത്തിരിക്കുന്ന മാതിരി, പ്രോതം കോർത്തിരിക്കുന്ന മാതിരി എല്ലാം എന്നിൽ കോർത്തിരിക്കുന്നു അർജുന. ഞാനാണ് ത്രെഡ്. ഗോപാലകൃഷ്ണനല്ല, ശ്രീകൃഷ്ണനാണ് ത്രെഡ്. എല്ലാം ഇതിൽ കോർത്തിരിക്കുന്നു അർജുന. മത്തപരതരം നാന്യ കിഞ്ചിതസ്തി ധനഞ്ജയ. യഥാർത്ഥത്തില് മറ്റു മതങ്ങളും നമ്മളുടെ ഹിന്ദു ധർമ്മം എന്നുള്ള വ്യത്യാസം എന്താ അറിയാം? മറ്റു മതങ്ങളിൽ കൂളായിട്ട് പറയുന്നു ഗോഡ് ക്രിയേറ്റഡ് ദ വേൾഡ്, ഗോഡ് ക്രിയേറ്റഡ് ദ വേൾഡ്. ആർക്കെങ്കിലും വിഷമമുണ്ടോ? ഇല്ല. സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ അതാ എളുപ്പം. സൃഷ്ട്വാ പുരാണി വിവിധാന്യജയ ആത്മശക്തിയ വൃക്ഷാൻ സരീൻ സിരാൻ ഗഗദംശദംഷ്ടമത്സ്യാൻ തിഷ്ടൈരദുഷ്ട ഹൃദയ പുരുഷം വിധായ ബ്രഹ്മാവലോകദിഷണം മുദം ആപദേവ. ഭാഗവതത്തിലെ ഒരു വരിയാണത്. സൃഷ്ട്വാ, സൃഷ്ടിച്ചിട്ട്, പുരാണി വളരെ പണ്ട്, ബില്യൺസ് ഓഫ് ഇയേഴ്സ് ബാക്ക്, വിവിധാനി വിവിധങ്ങളായിട്ടുള്ള ആത്മശക്തിയ. ആ പരമാത്മാവ് പരമാത്മാവിന്റെ ശക്തി തന്നെ അങ്ങോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതാണ്. അല്ലാണ്ട് പരമാത്മാവ് മാറി നിന്ന് അതിനെ സൃഷ്ടിച്ചതല്ല. അമ്മയും അച്ഛനും മാറി നിന്ന് ഒരു കുട്ടിയെ ഉണ്ടാക്കി, ഒരു കുട്ടി ഉണ്ടായി എന്നല്ല പറയാ, കുട്ടിയെ ഉണ്ടാക്കി എന്നാ പറയാ. അറിഞ്ഞുകൊണ്ട് വേണം ഒരു വീട്ടിൽ കുട്ടി ഉണ്ടാവാൻ. അറിയാതെ അബദ്ധം പറ്റിയതായിട്ട് കുട്ടി ഉണ്ടാവരുത്. കുട്ടിയെ ഉണ്ടാക്കി, ഗർഭാധാനം, അതാണ്. അപ്പൊ നമ്മൾ അത് പിന്നീട് പറയാം. സൃഷ്ട്വാ പുരാണി വിവിധാനി ആത്മശക്തിയ
ഈ പ്രപഞ്ചത്തിന്റെ ശക്തിയെ അങ്ങോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാ. ഏതുപോലെ മൊത്തത്തിൽ 1/2 കിലോ ഗോതമ്പ് പൊടിയെ എങ്ങനെയാണോ 15 ചപ്പാത്തിയാക്കി മാറ്റിയത്, അല്ലെങ്കിൽ 10 ചപ്പാത്തിയാക്കി മാറ്റിയത്, ഗോതമ്പ് പൊടി ചപ്പാത്തിയായി മാറിയതാ. ഗോതമ്പ് പൊടി മാറി നിന്ന് ചപ്പാത്തി മാറിയായിട്ട് ഉണ്ടാക്കിയതല്ല. ഗോതമ്പ് പൊടി ചപ്പാത്തിയെ ഉണ്ടാക്കിയതല്ല, ഗോതമ്പ് പൊടി ചപ്പാത്തിയായി മാറിയതാ. ഗോതമ്പ് പൊടി അപ്പൊ സൃഷ്ട്വാ പുരാണി വിവിജാന്യജയ ആത്മശക്തിയ വൃക്ഷാൻ ശിലാൻ സരീൻ ഗഗ ദംശ ദംഷ്ട്ര മത്സ്യാൻ. അർത്ഥം മനസ്സിലായില്ലേ? അതായത് വൃക്ഷങ്ങളെ ഉണ്ടാക്കി, ഇഴജന്തുക്കളെ ഉണ്ടാക്കി, നീന്തുന്ന ജന്തുക്കളെ ഉണ്ടാക്കി, കൊത്തുന്ന ജന്തുക്കളെ ഉണ്ടാക്കി, മത്സ്യങ്ങളെ ഉണ്ടാക്കി. സൃഷ്ട്വാ പുരാണി വിവിധാന്യജയ ആത്മശക്തിയ വൃക്ഷാൻ സരീൻ ശിരാൻ ഗഗ ദംശ ദംഷ്ട്ര മത്സ്യാൻ തിഷ്ടൈരതുഷ്ടഹൃദയ. ഈ പ്രപഞ്ച ചൈതന്യം അതിൻ്റെ തന്നെ പാർട്ട് കൊണ്ട് ഇതൊക്കെ മാനിഫെസ്റ്റ് ചെയ്തു. ഉണ്ടാക്കിയെന്നല്ല, ക്രിയേറ്റ് ചെയ്തതല്ല, മാനിഫെസ്റ്റ് ചെയ്തു. അതായി തീർന്നു. എന്നിട്ട് ആ പ്രപഞ്ച ചൈതന്യത്തിന് തുഷ്ടഹൃദയ, ഒരു സന്തോഷമില്ലാതെ ആ പ്രപഞ്ച ചൈതന്യം ഇങ്ങനെ നിന്നു. എൻ്റെ തന്നെ അംശം കൊണ്ട് ഈ സാധനങ്ങൾ എല്ലാം ഉണ്ടായി. 144 MLA ഉൾപ്പെടെ ഉണ്ടായത് എൻ്റെ തന്നെ ആത്മശക്തി കൊണ്ടാണ്. കുഴപ്പക്കാരായത് അവരവരുടെ തലയിലെഴുത്തു കൊണ്ടാണ്. അപ്പൊ എൻ്റെ ആത്മശക്തി കൊണ്ട് ഇതൊക്കെ ഉണ്ടായി. എന്നിട്ട് ഇതിനൊക്കെ ഉണ്ടാക്കിയിട്ട് ഈ പ്രപഞ്ച ചൈതന്യത്തിന് ഒരു സന്തോഷം ഇല്ലാതെ മാറി നിന്നു. തിഷ്ടൈഹി അതുഷ്ടഹൃദയ. എന്നിട്ട് എന്ത് ചെയ്തു? ബ്രഹ്മാവലോകധിഷണം, പ്രപഞ്ച ചൈതന്യത്തെ കുറിച്ച് അറിയാൻ സാധിക്കുന്ന ബ്രഹ്മാവലോകധിഷണം പുരുഷം വിധായ. അത് മനസ്സിലായി? ബ്രഹ്മാവലോകധിഷണം, ഈ ബ്രഹ്മചൈതന്യത്തെ കുറിച്ച്, പ്രപഞ്ച ചൈതന്യത്തെ കുറിച്ച് അറിയാൻ കപ്പാസിറ്റി ഉള്ള, ധിഷണാശക്തിയുള്ള മനുഷ്യനെ സൃഷ്ടിച്ച് പുരുഷം വിധായ മുദമാപദേവ. ആ പ്രപഞ്ച ചൈതന്യത്തിന് സന്തോഷം. ബാക്കിയുള്ള ഒരു ജന്തുക്കൾക്കും ഒട്ടകത്തിനും പറ്റില്ല, പശുവിനും പറ്റില്ല ഈശ്വരനെ കുറിച്ച് ചിന്തിക്കാൻ. മനുഷ്യൻ എന്ന ജന്തുവിന് മാത്രമേ പറ്റുള്ളൂ. കള്ളക്കടത്ത് നടത്താനും പറ്റും, കരിഞ്ച നടത്താനും പറ്റും, കള്ള നോട്ടടിക്കാനും പറ്റും, ഡോളർ ഇതാക്കാനും പറ്റും, അതുപോലെ അൽക്കോയിദയിൽ മെമ്പർഷിപ്പ് എടുക്കാനും പറ്റും, ബോംബ് ഉണ്ടാക്കാനും പറ്റും. അതുപോലെ നമ്മളുടെ ഗുരുവായൂരിലെ തന്ത്രിയാവാനും പറ്റും, ശബരിമല തന്ത്രിയാവാനും പറ്റും, കേദാർനാഥിൽ ചെന്ന് തപസ് ചെയ്യാനും പറ്റും, ഗംഗയ്ക്ക് ആരതി നടത്താനും പറ്റും. ബ്രഹ്മാവലോകധിഷണം പുരുഷം വിധായ മുദമാപദേവ. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വരിയുണ്ടായി. മറ്റെല്ലാ സെമറ്റിക് മതങ്ങളും ദൈവം മാറി നിന്ന് ഈ ഇതിനൊക്കെ സൃഷ്ടിച്ചു. നമ്മുടെ ഹിന്ദു ധർമ്മത്തിൽ ദൈവം തന്നെ ഇതായി മാറി. അതുകൊണ്ട് അഹം ബ്രഹ്മാസ്മി തദ് ബ്രഹ്മതമസി. പക്ഷെ ഈ ഈശ്വരനെ കുറിച്ച്, പ്രപഞ്ചത്തെ കുറിച്ച്, ദേവനെ കുറിച്ച്, ആ മാനിഫെസ്റ്റ് ചെയ്ത ആ ചൈതന്യത്തെ കുറിച്ച് പഠിക്കാൻ കപ്പാസിറ്റി ഉള്ള ദൈവത്തെയാണ്. അതിൻ്റെ അർത്ഥം മനസ്സിലായോ നിങ്ങൾക്ക്? വളരെ സിമ്പിളാണ്. ഈ പ്രകൃതിയിലുള്ള സർവ്വതും, ഈ ഭൂമിരാപോ നലോ വായു ഖമ്മനോ ബുദ്ധിരേവച അഹങ്കാരമിതീയമേ ഭിന്ന പ്രകൃതി നഷ്ടത, ഈ പ്രകൃതിയുടെ 8 ഭാഗങ്ങളും പ്രപഞ്ച ചൈതന്യത്തിന്റെ അപരിമിതമായ ശക്തിയുള്ള ചൈതന്യം കുറിച്ചത് 9നെയും മനസ്സിലാക്കാൻ കഴിവുള്ളത് മനുഷ്യന് മാത്രമാണ്. അപ്പൊ ഈ പ്രകൃതിയിലുള്ള സർവ്വതും അതിന്റെ മാനിഫെസ്റ്റേഷനാണ്. അപ്പൊ ഒരു ബോട്ടണി സ്റ്റുഡന്റ് എന്താ ചെയ്യാം? പ്രകൃതിയിലുള്ള ചെടികളെയാണ് അവൻ പഠിക്കുന്നത്. കെമിസ്റ്റ് എന്താ ചെയ്യാം? പ്രകൃതിയിലുള്ള കെമിക്കൽസിനെ കുറിച്ച് അവൻ പഠിക്കുക. ഫിസിക്സ്റ്റോ അയാളുടെ ഹൈഡ്രോളജിയാണ് പഠിക്കുന്നതെങ്കിൽ പ്രകൃതിയിലുള്ള വെള്ളത്തിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. ബീവറേജസിലെ അല്ല, പ്രകൃതിയിലുള്ള വെള്ളത്തെ കുറിച്ചാണ് പഠിക്കുന്നത്, പ്രകൃതിയിലുള്ള എനർജിയെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ ഒരു ബയോകെമിസ്റ്റോ പ്രകൃതിയിലുള്ള മൈക്രോബ്സിനെ കുറിച്ച്, ബയോകെമിക്കൽ ചേഞ്ചിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പൊ സോഷ്യോളജിസ്റ്റ് പ്രകൃതിയിലുള്ള മനുഷ്യരുടെ സ്വഭാവങ്ങളെ കുറിച്ച്, സാമൂഹിക സ്വഭാവങ്ങളെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പൊ ആന്ത്രോപോളജിസ്റ്റോ നരവംശം, പ്രകൃതിയുടെ തന്നെ മാനിഫെസ്റ്റേഷൻ ആയിട്ടുള്ള, പ്രപഞ്ച പുരുഷന്റെ മാനിഫെസ്റ്റേഷൻ ആയിട്ടുള്ള മനുഷ്യന്റെ നരവംശ ശാസ്ത്രമാണ് പഠിക്കുന്നത്. അപ്പൊ എക്കണോമിസ്റ്റോ ഈ മനുഷ്യന്റെ സാമ്പത്തിക വ്യവഹാരം, അത് പ്രകൃതി ഉണ്ടാക്കിയിരിക്കുന്നതാ, അതാണ് പഠിക്കുന്നത്. അപ്പൊ മനുഷ്യന് മാത്രമേ ഈ LKG പഠിച്ച്, UKG പഠിച്ച്, ലോവർ പ്രൈമറി, അപ്പർ പ്രൈമറി പഠിച്ച്, ഹൈസ്കൂൾ പഠിച്ച് ഈ പ്രകൃതിയെ കുറിച്ച് തന്നെയാണ് പഠിക്കുക. എന്നിട്ട് +2 +1 ഒക്കെ കഴിഞ്ഞ ശേഷം BA എത്തിയിട്ട് MA എത്തിയാൽ എന്താണ്? മാസ്റ്റർ ഓഫ് അജ്ഞാന. MA എന്ന് പറഞ്ഞാൽ മാസ്റ്റർ ഓഫ് അജ്ഞാന. അറിവില്ലായ്മ എത്രത്തോളം ഉണ്ടെന്ന് അറിയണമെങ്കിൽ MA വരെ എത്തണം.
MA വരെ എത്തിയാലാണ് അറിവില്ലായ്മ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ. അർത്ഥം മനസ്സിലായല്ലോ? അപ്പൊ ബ്രഹ്മാവലോകധിഷണം മുതം അവദേവ എന്ന് ഭാഗവതത്തിൽ പറയുന്ന വാരി മറ്റ പരതരം നാണ്യ കിഞ്ചിത് അസ്ഥീധനഞ്ജയ, എനിക്ക് അതീതമായിട്ട് ഉള്ളത് ഈ ലോകത്തിൽ ഒന്നുമില്ല. മയീ സർവമിതം പ്രോതം സൂത്രേ മണികണായിവ. അർജുന, ഞാൻ എന്ന കൃഷ്ണൻ, ആ കൃഷ്ണൻ എന്ന ചരടിലാണ് സർവ്വതും കോർത്തിരിക്കുന്നത്. എനിക്ക് അതീതമായിട്ടൊന്നുമില്ല അർജുന. ഇത് എന്നോടും നിങ്ങളോടുമാണ് പറയുന്നത് കൃഷ്ണൻ എന്ന് തന്നെ വിചാരിക്കാം. അതാണ് എനിക്ക് അതീതമായിട്ടൊന്നുമില്ല എന്ന് പറയാൻ കപ്പാസിറ്റിയുള്ള, നിങ്ങളെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കാത്ത കൃഷ്ണൻ, നിങ്ങൾ ചെയ്ത പാപത്തിന് വേണ്ടി കുരിശിലേറിയ കൃഷ്ണനല്ല. നിങ്ങൾ ദുഷ്ടകർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളത് അനുഭവിക്കണം. അത് വേറൊരാളുടെ തലയിൽ കെട്ടാൻ പറ്റില്ല. നിയമലംഘനം നടത്തിയിട്ടുണ്ടെങ്കിൽ കുരിശിലോ കഴുമരത്തിലോ അതൊക്കെ നിങ്ങൾ പോകണം. അത് നിങ്ങളുടെ കർമ്മഫലം. ഫോർ എവറി ബാഡ് ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ബാഡ് റിയാക്ഷൻ. അത് ഈശ്വരന്റെ തലയിൽ കെട്ടിവെക്കാൻ പറ്റില്ല. എന്റെ പാപത്തിന് വേണ്ടിയിട്ട് ഒരു ദൈവപുത്രനെ കുരിശിലേറ്റുന്നു എന്ന് പറഞ്ഞ് എന്തൊരു മണ്ടത്തര. അങ്ങനെയാണ് ഈ പൂജപ്പുര സെൻട്രൽ ജയിലിലുള്ള കുറ്റവാളികൾക്ക് പകരം ജസ്റ്റിസ് കൃഷ്ണയ്യരെ തൂക്കിലേറ്റിയാ പോരെ. അതുകൊണ്ട് ഇവിടെ കൃഷ്ണൻ നിന്നെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കാത്ത കൃഷ്ണൻ, നീ എന്നിലൂടെ കടന്നു പോകുന്നു എന്ന് പറയുന്ന കൃഷ്ണൻ. മത്ത പരതരന്നാന്യ കിഞ്ചിത് അസ്ഥീജനന്ത്, എനിക്ക് അതീതമായിട്ട് വേറൊന്നുമില്ല. ഞാൻ പറയുന്നതിനെ നീ ഫോളോ ചെയ്യുക, ഞാൻ പറയുന്നതിനെ അതുകൊണ്ട് നീ ഫോളോ ചെയ്യുക അർജുന. അത് 8 മസോഹമസ്യ രസോഹമസ്യ രസോഹമപ്സു കൗന്ദേയ പ്രഭാസ്മി ശശിസൂര്യോ. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ. രസോഹമപ്സു, വെള്ളത്തിന്റെ ടേസ്റ്റ്, രസം. രസോഹമപ്സു, വെള്ളത്തിന്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഞാനാണ്. നിങ്ങൾ ഏത് ഇൻസ്ട്രുമെന്റ് വെച്ച് അനലൈസ് ചെയ്താലും വെള്ളത്തിന്റെ ടേസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. കാരണം അത് അനുഭവിച്ചറിയാനേ പറ്റുള്ളൂ, ടെസ്റ്റ് ചെയ്ത് അറിയാൻ പറ്റില്ല. രസോഹമപ്സു കൗന്ദേയ കുന്തിപുത്ര പ്രഭാസ്മി ശശിസൂര്യോഹോ. ശശി ചന്ദ്രന്റെ കൂളായിട്ടുള്ള പ്രഭാവലയവും സൂര്യന്റെ കത്തിജ്വലിക്കുന്ന പ്രഭാവലയവും അത് ഞാൻ തന്നെയാണ്. മെറ്റീരിയൽ മാത്രമല്ല, ആ പ്രഭ, ആ ചൂടും അതുപോലെ തന്നെ പ്രകാശവും. അത് മൈൽഡായിട്ടുള്ള പ്രകാശം ചന്ദ്രൻ്റെത്, മറ്റേത് വളരെ ഫെറോഷ്യസ് ആയിട്ടുള്ള വളരെ ഷാർപ്പായിട്ടുള്ള അത് ഞാൻ തന്നെയാണ്. ജലത്തിന്റെ ടേസ്റ്റും ഞാൻ തന്നെയാണ്. പ്രണവ സർവവേദേഷു, ഏത് വേദങ്ങൾ പറയുമ്പോഴും അകാരം ഉകാരം മകാരം തുരിയം ഓം നമ്മൾ പറയാറില്ലേ. അപ്പോ ഏകാക്ഷരോപനിഷത്ത് എന്നൊരു ഉപനിഷത്തുണ്ട്, ഓങ്കാരോപനിഷത്തിന്റെ ഏകാക്ഷരോപനിഷത്ത്. ആ ഏകാക്ഷരം എന്ന് പറയുമ്പോൾ ഓംകാരാണ്. ആ ഓംകാരത്തിന് 16 മാത്രകളാണുള്ളത്. 16 മാത്ര, ഘോഷിനി, കമ്പിനി, വ്യാപിനി തുടങ്ങിയ അകാരം ഉകാരം മകാരം തുരിയം, പിന്നെ ഘോഷിനി, വ്യാപിനി, കമ്പിനി തുടങ്ങിയ കുറെ 16 എണ്ണം ഉണ്ട്. ആ ഉപനിഷത്തിൽ മാത്രമേ അത് വിവരിച്ചിട്ടുള്ളൂ. ഏകാക്ഷരോപനിഷത്തിൽ വിവരിച്ചിട്ടുണ്ട് ഓങ്കാരത്തെ കുറിച്ച്. അതില് നമ്മൾ സാധാരണ പറയാറുള്ളത് അകാരം ഉകാരം മകാരം തുരിയം ഓം എന്ന് പറയും. ആ പ്രണവ സർവവേദേഷു, പ്രണവവേദം എന്ന് പറഞ്ഞൊരു വേദം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരാൾ ഭയങ്കര ഷാർപ്പായിട്ട് ഇങ്ങോട്ട് പറയുന്നുണ്ടായിരുന്നു. ഓംകാരമാണ്, അതല്ലാതെ വേറെ പ്രണവവേദം ഉണ്ടോ എന്നുള്ളത് ഞാൻ കേട്ടിട്ടില്ല. ഞാൻ കേൾക്കാത്തത് കൊണ്ട് അത് ഇല്ല എന്നുള്ള അർത്ഥമൊന്നും ഇല്ല കേട്ടോ. ഞാൻ പ്രണവവേദം എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്, അത് ഓംകാരമാണ്, അത് വേദം ചൊല്ലുന്നതിന് തുല്യമാണെന്ന് പറയാറുണ്ട്. അപ്പൊ യഥാർത്ഥത്തില് രസോഹമപ്സു കൗന്ദേയ പ്രഭാസ്മി ശശിസൂര്യോഹോ, സൂര്യചന്ദ്രന്മാരുടെ എന്താ പറയാ പ്രഭാവലയവും വെള്ളത്തിന്റെ രസം ടേസ്റ്റും അത് ഞാനാണ്. അതുപോലെ 4 വേദങ്ങളിലും ഉള്ള അത് ചൊല്ലുന്നതിന് മുമ്പ് നമ്മൾ ആലപിക്കേണ്ട പ്രണവവും ഞാൻ തന്നെയാണ്. ശബ്ദഖേ പൗരുഷം നൃഷു. ഖേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആകാശത്തിന്, ശൂന്യാകാശത്തിലുള്ള സൗണ്ട് വേവ്സ് ഓംകാരമാണെന്ന് പറയാറ്. ശൂന്യാകാശത്തിലുള്ള സൗണ്ട് വേവ്സും ഞാൻ തന്നെയാണ്. അതുപോലെ പൗരുഷം നൃഷു, മനുഷ്യരിലുള്ള ശബ്ദം, മനുഷ്യരുടെ ശബ്ദമല്ല പൗരുഷത്വം. മറ്റ് മൃഗങ്ങൾക്ക് ഇല്ലാത്ത പൗരുഷത്വം മനുഷ്യർക്കുണ്ട്. സ്ത്രീക്കും പുരുഷനും പൗരുഷത്വം ഉണ്ട്. പൗരുഷത്വം വെച്ചാൽ പുരുഷ ചൈതന്യത്തിന്റെ പ്രതിഫലനം. ഇവിടെ പുരുഷൻ എന്ന വാക്കിന്റെ അർത്ഥം പ്രപഞ്ച പുരുഷൻ എന്ന് പറയുന്നതുകൊണ്ട് സ്ത്രീയും പുരുഷനും അതിനകത്ത് പെടും. അതുകൊണ്ട് മനുഷ്യനിലുള്ള നൃഷു എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീയും പുരുഷനും പെടും. നരനിലുള്ള
ആ പൗരുഷം അത് ഞാൻ തന്നെയാണ്. അപ്പൊ 5-6 പറയുന്നുണ്ട്. വെള്ളത്തിന്റെ ടേസ്റ്റ്, ശശി സൂര്യന്മാരുടെ പ്രഭാവലയം, അതുപോലെ വേദങ്ങളിലെ പ്രണവം, ആകാശത്തിലുള്ള ശബ്ദം, അതുപോലെ തന്നെ മനുഷ്യരിലുള്ള പൗരുഷം, അത് ഞാൻ തന്നെയാണ് അർജുന. 9 പുണ്യോഗന്ധ പൃഥിവ്യ. പുണ്യോഗന്ധ പൃഥിവ്യ, ഭൂമിയുടെ സുഗന്ധം. ഭൂമിയുടെ സുഗന്ധം നിങ്ങൾക്ക് അറിയും തോന്നുന്നു ഇല്ലേ? നല്ല വേനൽക്കാലത്ത് ഒരു മഴ പെയ്താല് പൊടിയുടെ ഗന്ധമില്ലേ? അത് പൊടിയുടെ ഗന്ധമൊക്കെ കിട്ടിഞ്ഞാൽ പാമ്പ് വരുന്നൊക്കെ ചിലർ പറയാറുണ്ട്. വേറൊരു പണിയില്ലാത്ത കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. പാമ്പിന് ഗന്ധമൊന്നും അറിയാൻ പറ്റില്ല എന്നാണ് ഞാനുമായിട്ട് സംസാരിച്ച പാമ്പുകൾ പറയുന്നത്. ഞാൻ പാമ്പുകളൊക്കെ ആയിട്ട് സംസാരിച്ചിട്ടുണ്ട് AKG സെന്ററിൽ ചെന്നിട്ട്. ഓർമ്മിക്കുക, പുണ്യോ ഗന്ധ പൃഥിവ്യാം ച തേജശ്ചാസ്മി വിഭാവസൗഹു. തേജശ്ചാസ്മി വിഭാവസൗഹു, അല്ലയോ വിഭാവസൗ തേജശ്ചാസ്മി, ജീവനം സർവഭൂതേഷു തേജശ്ചാസ്മി. അപ്പോ പുണ്യോഗന്ധ പൃഥിവ്യാം ച തേജശ്ചാസ്മി വിഭാവസൗ. ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വതിൻ്റെയും തേജസ് ഞാനാണ്. സർവ്വതിൻ്റെയും തേജസ് ഞാനാണ്. അത് നീ അറിയുക. തേജസ് അസ്മി, ഞാനാകുന്നു. സർവഭൂതേഷു, എല്ലാത്തിലെയും ഞാനാകും. ജീവനം സർവഭൂതേഷു, 8.5 ലക്ഷം തരത്തിലുള്ള ജന്തുക്കളിൽ അല്ലെങ്കിൽ 12 ലക്ഷം തരത്തിലുള്ള ജന്തുക്കളില് ജീവൻ എന്ന പ്രതിഭാസം, അതിനെ ജനിപ്പിക്കുന്നതും നിലനിർത്തുന്നതും മരിക്കാൻ പാകത്തിന് കൊണ്ടുപോകുന്നതുമായ ജീവചൈതന്യം. ജീവനം സർവഭൂതേഷു, അത് ഞാൻ തന്നെയാണ്. സർവജീവജാലങ്ങളിലുമുള്ള ജീവൻ ഞാനാണ്. തേജശ്ചാസ്മി വിഭാവസൗ, തേജസ്വികളായിട്ട് എന്തെല്ലാം ഉണ്ടോ, വിഭാവസൗ, അഗ്നി എന്നുള്ളതുണ്ട്, സൂര്യൻ എന്നുള്ളതുണ്ട്, ചൂട് തരുന്ന എല്ലാം. അപ്പൊ ആ ചൂട് തരുന്ന അഗ്നിയില് ആ ചൂട് എന്ന് പറയുന്ന ഞാനാണ്. സൂര്യചന്ദ്രന്മാരുടെ പ്രഭ എന്ന് പറയുന്ന ഞാനാണ്. ഭൂമിയുടെ ഗന്ധം എന്ന് പറയുന്ന ഞാനാണ്. വെള്ളത്തിന്റെ രസം, ടേസ്റ്റ് എന്ന് പറയുന്ന ഞാനാണ്. തപശ്ചാസ്മി തപസ്വിഷു, ഋഷിവര്യന്മാരുടെ തപശ്ചര്യ, അത് മെഷർ ചെയ്യാൻ പറ്റില്ല. ആ താപസിക ക്വാളിറ്റി, സിദ്ധി, തപശ്ചാസ്മി തപസ്വിഷു. അതുപോലെ മനുഷ്യരിലുള്ള പൗരുഷം നൃഷു, മനുഷ്യരിലുള്ള പൗരുഷത്വം, അത് ഞാനാണ്. ചുരുക്കത്തിൽ ഒരു എക്സാമ്പിൾ പറയുന്നു എന്നേ ഉള്ളൂ. ഭൂമിയുടെ ഗന്ധം ഞാനാണ്. അഗ്നിയുടെ തേജസ് ഞാനാണ്. സർവചരാചരങ്ങളുടെയും ജീവൻ ഞാനാണ്. തപസ്വികള്, ഋഷിവര്യന്മാരുടെ അവരിലുള്ള തപസ് ഞാനാണ്. 7-ാം അധ്യായത്തിലെ 10-ാമത്തെ വരി, ബീജം മാം സർവഭൂതാനാം, സർവചരാചരങ്ങളുടെ ബീജം ഞാനാണ്. അണ്ഡം പ്രകൃതിയാണ്, ബീജം ഞാനാണ്. അണ്ഡം പ്രകൃതിയാണ്. അപ്പൊ ബീജം മാം സർവഭൂതാനാം വിദ്ധി പാർത്ഥ സനാതനം. എന്താ ഈ സനാതനം എന്ന് പറഞ്ഞാല്? ഒരിക്കലും നശിക്കാത്തത്. അച്ഛേദ്യോയം അദാഹ്യോയം അക്ലേദ്യോ അശോഷ്യ ഏവച നിത്യ സർവഗതസ്ഥാണുരചലോയം സനാതന. സനാതനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയുധം കൊണ്ട് മുറിക്കാൻ പറ്റാത്തത്, അഗ്നി കൊണ്ട് കത്തിക്കാൻ പറ്റാത്തത്, വെള്ളത്തിൽ അലിയിപ്പിക്കാൻ പറ്റാത്തത്, വായു കൊണ്ട് ശോഷിപ്പിക്കാൻ പറ്റാത്തത്, എല്ലാ കാലത്തും നിലനിൽക്കുന്നത്, അചഞ്ചലമായത്, മാറ്റാൻ പറ്റാത്തത്, അതെന്താണോ അതാണ് യഥാർത്ഥത്തില് സനാതനം. എക്കാലവുമുള്ള ചിരപുരാതനം പ്ലസ് നിത്യനൂതനം, ചിരപുരാതനം പ്ലസ് നിത്യനൂതനം ഇസ് ഈക്വൽ ടു സനാതനം. ആ സനാതനമായിട്ടുള്ള ക്രിയേഷന്റെ ബീജം ഞാനാണ് അർജുന എന്ന് വിദ്ധി, നീ അറിഞ്ഞാലും. ബുദ്ധിർ ബുദ്ധിമതാമസ്മി, നല്ല ബുദ്ധിയുള്ള വ്യക്തികളുടെ ബുദ്ധിയും ഞാൻ തന്നെയാണ്. ബുദ്ധിമാന്മാരിൽ ബുദ്ധിയും ഞാനാണ്. തേജ തേജസ്വിനാമഹം, നല്ല തേജസ്വികളായ വ്യക്തികൾ. പറയാൻ പാടില്ലാത്തൊരു എക്സാമ്പിൾ ആണെങ്കിലും ലാസ്റ്റ് നമ്മുടെ യേശുദാസ് ഗാനഗന്ധർവൻ ശബരിമലയിൽ ചെന്ന് അവിടെ നിന്നുകൊണ്ട് ഹരിവശനാസനം പാടിയിരുന്നു. ആ ഹരിവരാസനം പാടി കുട്ടികളില്ലാത്ത എനിക്ക് കുട്ടികളെ തന്ന കലിയുഗ വരദ, നിന്റെ മുമ്പിൽ ഇനി വന്നിട്ട് ഇങ്ങനെ ഒരു പാട്ട് പാടാൻ പറ്റുന്ന എനിക്ക് തോന്നണില്ല. എൻ്റെ ആരോഗ്യം പതുക്കെ ക്ഷയിക്കുന്നു അയ്യപ്പ എന്ന് പറഞ്ഞ് ആ പാട്ട് പാടിയതും ആ കേറിയതും
ഞാൻ വേദവ്യാസനെ ഒന്നും കണ്ടിട്ടില്ല, വസിഷ്ഠനെയും കണ്ടിട്ടില്ല. പക്ഷേ സർവ ചൈതന്യവും തികഞ്ഞ ഒരു ഋഷികുല ജാതനെ പോലെ അദ്ദേഹം അവിടെ നിന്ന് പാട്ട് പാടിയത്. യഥാർത്ഥ തേജസ് എന്താ എന്നുള്ളത് യേശുദാസൻ ആ ഹരിവരാസനം പാടിയപ്പോൾ കാണാനും കേൾക്കാൻ, ഞാൻ അവിടെ പോയില്ല, ഞാൻ TV-യിൽ കണ്ടതാണ്, വീഡിയോയിൽ കണ്ടതാണ്, അത് കാണാൻ സാധിച്ചു. അതാണ് തേജസ്വിനാമഹം, തേജസ്വികളുടെ തേജസ് അത് ഞാനാണ്. കൃഷ്ണൻ പറയാണ് തേജസ്വികളുടെ തേജസ് അത് ഞാനാണ്. അർത്ഥം മനസ്സിലായല്ലോ? ബീജം മാം സർവഭൂതാനാം, സർവചരാചരങ്ങളുടെ ബീജം ഞാനാണ് എന്ന വിദ്ധി പാർത്ഥ സനാതനം. അതിനെ ഇല്ലാതെയാക്കാൻ പറ്റില്ല, അത് പെർമനന്റ് ആയിട്ടുള്ളത് ഞാനാണ്. ബുദ്ധിമതാമസ്മി, ബുദ്ധി ഈ ഉള്ളവരില് വളരെയധികം എൻലൈറ്റൻഡ് ആയിട്ടുള്ള ഇന്റലക്ച്വലി വൈസ് ആയിട്ടുള്ള വ്യക്തികളുടെ ബുദ്ധി ഞാനാണ്. തേജസ്വിനാമഹം, തേജസ്വികളുടെ തേജസ് ഞാനാണ്. അർജുന ബലം ബലവതാം ചാഹം, നല്ല ബലമുള്ള പാർട്ടികളില്, എണ്ണത്തില് എലക്ഷൻ നടക്കുമ്പോഴുള്ള ബലമല്ല, അതുകാലത്തിന് ബില്ല് പാസ്സാക്കാനുള്ള ബലവുമല്ല, പാർലമെന്റിലും നിയമസഭാ അസംബ്ലിയിലും ഒക്കെ ആവശ്യത്തിന് ബലമുണ്ട്. പിന്നെ നമ്മള് ഒരു ബലം പരീക്ഷിച്ചു എന്നൊക്കെ പറയുന്നില്ലേ, അതിലൊക്കെ ഏതാണ്ട് അർത്ഥം നമുക്ക് മനസ്സിലാവുന്നതൊക്കെ തന്നെയാണ്. നല്ല ബലവാന്മാരിലെ ബലം ഞാനാണ്. അർജുന കാമരാഗ വിവർജിത, കാമരാഗ, കാമം അത്യാഗ്രഹം, രാഗം ബന്ധനം, അതില്ലാത്ത ബലം. അപ്പൊ ധാർമ്മിക ബലം. ഇനി അടുത്ത വരി കൂടി അതിലുണ്ട്. കാമരാഗ വിവർജിത എന്ന് വെച്ചാൽ നെഗറ്റീവ് ഇല്ലാത്തതൊക്കെയാണ്. സൂര്യചന്ദ്രന്മാരുടെ പ്രഭയില് നെഗറ്റീവ് ഇല്ല. മനുഷ്യരുടെ പ്രഭയില് അല്ലെങ്കിൽ മനുഷ്യരുടെ ആ പൗരുഷത്വത്തിൽ നെഗറ്റീവ് ഇല്ലെങ്കിലാണ് ഞാൻ എന്ന് പറയുന്നത്. നെഗറ്റീവ് ഉണ്ടെങ്കിൽ ഞാൻ അല്ല എന്നല്ല, അത് പ്രകൃതിയുടെ കൂടി. പാവക്കയിൽ കയ്പുണ്ടാകുന്നത് സൂര്യന്റെ കുഴപ്പമല്ല, അത് പാവക്കയുടെ പ്രകൃതി സ്വഭാവമാണ്. അതേപോലെ ബലം ബലവതാം ച അഹം കാമരാഗ വിവർജിതാം, ധർമാവിരുദ്ധോ ഭൂതേഷു കാമോസ്മി പരദർശവ. ഈ ഭൂതങ്ങളില് ധർമാവിരുദ്ധമായ, ധർമ്മത്തിന് വിരുദ്ധമല്ലാത്ത കാമം, ആഗ്രഹങ്ങൾ മുഴുവൻ, ധർമ്മവിരുദ്ധമല്ലാത്ത ആഗ്രഹങ്ങള് അത് ഞാൻ തന്നെയാണ്. ധർമ്മവിരുദ്ധമല്ലാത്ത എന്ന് പറയുന്നത് എന്താണ്? ഒരു 2 ദിവസം മുമ്പ് ഞാൻ പുരുഷാർത്ഥങ്ങളെ കുറിച്ച് പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ. ധർമ്മ അർത്ഥ കാമമോക്ഷം, ധർമ്മ അർത്ഥ കാമമോക്ഷം. ധാർമ്മികമായിട്ട് ജീവിക്കാം, ധാർമ്മികമായിട്ട് സമ്പത്ത് ഉണ്ടാക്കാം, ധാർമ്മികമായിട്ട് ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാം, ധാർമ്മികമായിട്ട് ആഗ്രഹങ്ങളിൽ നിന്ന് മോചനം നേടുക, ധാർമ്മികമായിട്ട് ആഗ്രഹങ്ങളിൽ നിന്ന് മോചനം നേടുക. അപ്പൊ ഇവിടെ ധർമാവിരുദ്ധോ ഭൂതേഷു, ധർമ്മ അവിരുദ്ധോ, ധർമ്മവിരുദ്ധോ അല്ല, ധർമ്മ അവിരുദ്ധോ, ധാർമ്മികമായ കാര്യങ്ങൾക്ക് വിരുദ്ധമല്ലാത്ത കാമരാഗ, കാമം, ആഗ്രഹങ്ങൾ. എല്ലാ മനുഷ്യനും നന്നാവണം എന്നൊരാഗ്രഹം ചിലർക്കില്ല കേട്ടോ, നന്നാവുകയില്ല എന്നുള്ള ചിലർക്കുണ്ട്. അത് ഈ മറ്റേ പാവയ്ക്ക മാതിരിയുള്ള കേരളത്തില് പടവലങ്ങ മാതിരി താഴത്തേക്ക് വളരുന്നവരിയ്ക്കുമ്പോഴാണ് ഈ ധർമ്മത്തിന് വിരുദ്ധമായിട്ടുള്ള ആഗ്രഹങ്ങൾ വരുന്നത്. ഇത് ധർമ്മത്തിന് അവിരുദ്ധമായിട്ടുള്ളത്, ധർമ്മത്തിന് എതിരല്ലാത്ത സർവവിധത്തിലുള്ള ജീവജാലങ്ങൾക്കുമുള്ള ആഗ്രഹങ്ങള് അല്ലയോ ഭരതർഷവ, അത് ഞാൻ തന്നെയാണ്. അപ്പൊ ഞാൻ ആരാണെന്ന് യഥാർത്ഥത്തിൽ അർജുനന് കൃഷ്ണൻ വിവരിച്ചു കൊടുക്കാണ്. ബലം ബലവതാം ചാഹം കാമരാഗ വിവർജിതാം, അത്യാഗ്രഹവും വാശിയും ഇല്ലാത്ത ധാർമ്മിക ബലം. ഏത് തരത്തിലുള്ള അക്കാഡമിക് ആയിട്ടുള്ള സ്ട്രെങ്ത്, ഇന്റലക്ച്വൽ സ്ട്രെങ്ത്, കമ്മ്യൂണിക്കേഷൻ സ്ട്രെങ്ത്, അതുപോലെ തന്നെ നമ്മുടെ സൈക്കോളജിക്കൽ സ്ട്രെങ്ത്, മെന്റൽ സ്ട്രെങ്ത്, എക്കണോമിക്കൽ സ്ട്രെങ്ത്, അത് നെഗറ്റീവ് അല്ലാത്തതാണെങ്കിൽ കാമരാഗ വിവർജിതം, അത്യാഗ്രഹവും വാശിയും ഇല്ലാത്ത ആ സ്ട്രെങ്ത് എന്റേത് തന്നെയാണ്, ഞാൻ തന്നെയാണ്. അർജുന 12 ഏ ചൈവ സാത്വികാഭാവ രാജസ താമസാശ്ചയേ മത്ത ഏവേദി താൻ വിദ്ധി നത്വഹം തേഷു തേമയി, നത്വഹം തേഷു തേമയി. ഈ രാജസികവും താമസികവും അല്ലാത്ത, അതിനെക്കുറിച്ച് വീണ്ടും എക്സ്പ്ലനേഷൻ ആകാം, അതല്ലാത്ത സാത്വികാഭാവ, നല്ല രീതിയിൽ. എന്താ സാത്വികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈൻഡിന്, ബോഡിക്ക്, ഫാമിലിക്ക്, സംസ്കാരത്തിന്, സൊസൈറ്റിക്ക്, രാഷ്ട്രത്തിന്, ഇതുമായി ബന്ധപ്പെട്ട എല്ലാത്തിനും, മൈൻഡ്, ബോഡി, ഫാമിലി, കൾച്ചർ, സൊസൈറ്റി, നേഷൻ, ഓൾ കണക്റ്റഡ് ലിവിങ് ആൻഡ് നോൺ ലിവിങ് ബീയിങ്സിന് സ്ഥിരവും ശാശ്വതവുമായ നന്മ വരുത്തുന്നത്.
സ്ഥിരവും ശാശ്വതവുമായ നന്മ വരുത്തുന്നതാണ് സാത്വികം എന്ന് പറയാം, ധാർമ്മികം എന്ന് പറയാം, നന്മയുടെ അധിഷ്ഠിതമായിട്ടുള്ളതും പറയാം. മൈൻഡ്, ബോഡി, ഫാമിലി, കൾച്ചർ, സൊസൈറ്റി, നേഷൻ, ഓൾ കണക്റ്റഡ് ലിവിങ് ആൻഡ് നോൺ ലിവിങ് ബീയിങ്സ്, അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അത് സാത്വികമാണ്. രാജസികം തെറ്റ് ആണെന്ന് പറയുന്നില്ല. കാരണം ഒരു ക്ഷത്രിയന് രാജസികമായിട്ടുള്ളത് വേണം, ഒരു ക്ഷത്രിയന് രാജസികമായിട്ടുള്ള കപ്പാസിറ്റി വേണം. അപ്പോൾ രാജസികം തെറ്റെന്നല്ല, സാത്വികമായിട്ടുള്ളത് ഏ ചൈവ സാത്വികാഭാവ രാജസാസ് താമസാശ്ചയേ, രാജസാ താമസാശ്ചയേ, രാജസികമായിട്ടുള്ളതും രാജസങ്ങളും താമസങ്ങളുമായ ഭാവങ്ങളെ ഏതവയാകുന്നോ അത് അവർക്ക് അത് ആവശ്യമുണ്ടെങ്കിൽ, എന്താ അതിന്റെ അർത്ഥം? അത് നന്മ വരുത്തുന്ന ഗുണങ്ങളാണെങ്കിൽ അതും എന്നിൽ നിന്ന് ഉത്ഭവം ചെയ്തു. എന്ത് ഈ താമസ ഗുണം നന്മ വരുത്തുന്നതാണെങ്കിൽ? ഒരു വലിയ ക്രിമിനലിനെ വെടിവെച്ച് കൊല്ലുക, വലിയൊരു ക്രിമിനലിനെ പട്ടാളക്കാരൻ വെടിവെച്ച് കൊന്നു. പക്ഷെ നരഹത്യയല്ലേ, അത് താമസികമല്ലേ? അല്ല, അത് സമൂഹത്തിന് നന്മ വരുത്തുന്നതാണെങ്കിൽ ആ താമസികവും രാജസികം ഒരു നല്ല ധർമ്മബോധത്തോടു കൂടി രാജാവ് ഭരിക്കുന്നു. ജനക മഹാരാജാവും ഭരതനും ഒക്കെ ഭരിച്ചതിങ്ങനെ നല്ല മർക്കടമുഷ്ടി ഉപയോഗിച്ചിട്ടാണ്, അയൺ ഫിസ്റ്റ് ഉപയോഗിച്ചിട്ടാണ്. ധാർമ്മികത ഉണ്ടായിരുന്നു അവർക്ക്. ഈ ധാർമ്മികതയിലൂടെയുള്ള രാജസികം, ധാർമ്മികതയിലൂടെയുള്ള താമസികം. ഞാൻ താമസത്തിന്റെ അർത്ഥം പറഞ്ഞാൽ മനസ്സിലായല്ലോ. താമസം എന്ന് പറയും, താമസികം എന്ന് പറയും. താമസികം എന്ന വാക്കില്ലെന്നാ പറയുന്നത്. അപ്പൊ താമസം. പിന്നെ എല്ലാ സാത്വികവും മത്ത ഏവേദി താൻ വിദ്യ, അതൊക്കെ എന്റെ ചൈതന്യം കൊണ്ടാണെന്ന് നീ മനസ്സിലാക്കുക അർജുന. നത്വഹം തേഷു തേമയി, അതെല്ലാം എന്നിലുള്ളതാണ്. ഞാൻ അതിലുണ്ടാവണമെന്നില്ല, ഞാൻ അവരിലുണ്ടാവണമെന്നില്ല, അതൊക്കെ എന്നിലുള്ളതാണ്. അവരെന്നിൽ നിലനിന്നുകൊണ്ടാണ് അത് ചെയ്യുന്നത്. അഹം ഞാൻ തേഷു അവയിൽ ന ഭവാമി, ഞാൻ അവയിലില്ല, അവരെന്നിലുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? അവരെന്നിൽ നിലനിൽക്കുന്നു. ചെടികളെല്ലാം ഭൂമിയിൽ നിലനിൽക്കുന്നു, ഭൂമി ചെടികളിലല്ല നിലനിൽക്കുന്നത്. ചെടികളെല്ലാം വൃക്ഷങ്ങളെല്ലാം ഭൂമിയിൽ നിലനിൽക്കുന്നു, ഭൂമി വൃക്ഷങ്ങളിലല്ല നിലനിൽക്കുന്നത്. അതുപോലെ ഈ ചൈതന്യത്തിന് ആധാരമായ സർവ്വതും, ഈ പ്രപഞ്ച പുരുഷ ചൈതന്യം എന്ന് കൃഷ്ണൻ പ്രകൃതിയോട് ചേർത്ത് പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞല്ലോ, ക്ഷേത്രങ്ങള് 44,000 ക്ഷേത്രങ്ങളുടെ 22,000 ക്ഷേത്രം സ്ത്രീ പുരുഷൻ, അവതാരങ്ങളിൽ സ്ത്രീ പുരുഷൻ, ത്രിമൂർത്തി ത്രിശക്തി സ്ത്രീ പുരുഷൻ, പ്രകൃതി പ്രപഞ്ച പുരുഷൻ എന്ന് പറഞ്ഞു. അപ്പൊ അതിൽ പ്രപഞ്ച പുരുഷ ചൈതന്യം പ്രപഞ്ചത്തിന്റെ മൊത്തം അഗ്രിഗേറ്റഡ് ഗൈഡിങ് ആൻഡ് കൺട്രോളാണ്. ആ പ്രകൃതിയുടെ ആ കൺട്രോൾ ചെയ്യുന്ന പ്രപഞ്ച പുരുഷ ചൈതന്യത്തിൽ ഇവയെല്ലാം നിലനിൽക്കുന്നു അർജുന. അത് എന്നിലാണ്, ഞാൻ അതിലുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, അത് എന്നിൽ നിലനിൽക്കുന്നു. അർത്ഥം ഒന്നുകൂടി പറയാം, ഈ വൃക്ഷങ്ങളും മറ്റെല്ലാം ഭൂമിയിൽ നിലനിൽക്കുന്നു, ഭൂമി അതിൽ നിലനിൽക്കുന്നതുപോലെ എല്ലാം എന്നില് നിലനിൽക്കുന്നു. താൻ വിദ്ധി നത്വഹം തേഷു തേമയി, ഞാൻ അതിലില്ല. കാരണം അത് ചെറുതാണ്, എന്നെ ഉൾക്കൊള്ളാൻ സാധിക്കില്ല, എൻ്റെ തന്നെ മാനിഫെസ്റ്റേഷൻ ആണത്. വലിയ മഹാസാഗരത്തിൽ അരബക്കറ്റ് വെള്ളമെടുക്കുമ്പോൾ ആ ബക്കറ്റ് പറയും എന്നിലുള്ളത് സാഗരമാണ്. പക്ഷേ സാഗരം ബക്കറ്റല്ല, സാഗരത്തിന്റെ അംശം ബക്കറ്റിലുണ്ട്, ബക്കറ്റിൽ സാഗരത്തിന്റെ അംശമുണ്ട്. അതുകൊണ്ട് എല്ലാത്തിലും ഈശ്വരന്റെ അംശമുണ്ടെങ്കിലും എല്ലാം നിലനിൽക്കുന്നത് എന്നിലാണ്, ഞാൻ അതിൽ നിലനിൽക്കുന്നില്ല. കാരണം ഞാൻ ഹ്യൂജ്. സാഗരം എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയാണ്, അതൊരു ബക്കറ്റിനകത്ത് നിലനിൽക്കാൻ പറ്റില്ലല്ലോ. സാഗരത്തിന് ബക്കറ്റിനകത്ത് നിലനിൽക്കാൻ സാധിക്കില്ല. പക്ഷെ ബക്കറ്റിനകത്തുള്ള വെള്ളം സാഗരത്തിന്റെ അംശമാണ്. പക്ഷെ ഈ ബക്കറ്റിനെ കൊണ്ടുപോയിട്ട് സാഗരത്തിലിട്ടാൽ അതിൽ നിലനിൽക്കും. ഒരു കുടവും സാഗരത്തിൽ നിലനിൽക്കും. അതുകൊണ്ട് അവയെല്ലാം എന്നിൽ നിൽക്കുന്നു അർജുന, ഞാൻ അവയിൽ നിൽക്കുന്നില്ല. കാരണം ഞാൻ ഹ്യൂജാണ്, ഞാൻ അത്രയും ഉജ്ജ്വലമായിട്ട് നിലനിൽക്കുന്നു. അടുത്തത് ത്രിപിർ ഗുണമയൈർ ഭാവൈർ ഏവി സർവമിദം ജഗത് മോഹിതം നാഭിജാനാതി മാമേദ്യ പരമവ്യയം. സത്വരജസ് തമോ ഗുണങ്ങളിൽ വ്യാപൃതമായിട്ടുള്ള ഈ ലോകം ഇവയ്ക്ക് അതീതനും അവ്യനുമായ എന്നെ അറിയുന്നില്ല. പക്ഷെ പലപ്പോഴും ത്രിപിർ 3 ഗുണങ്ങൾ, സത്വഗുണം, രജോ ഗുണം, തമോ ഗുണമുള്ള ഗുണമയൈർ ഭാവൈഹി, ഈ 3 ഗുണങ്ങളാൽ, ഗുണം എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടി എന്നർത്ഥമേ ഉള്ളൂ, ഗുണം എന്ന് പറഞ്ഞാൽ ബെനിഫിറ്റ് എന്നർത്ഥമില്ല.
അപ്പൊ പ്രോപ്പർട്ടി, 3 ഗുണങ്ങൾ എന്ന് വെച്ചാൽ 3 പ്രോപ്പർട്ടി, സാത്വികമായ പ്രോപ്പർട്ടി, രാജസികമായ പ്രോപ്പർട്ടി, താമസികമായ പ്രോപ്പർട്ടി ഉള്ള എല്ലാം ഈ പ്രപഞ്ചത്തിലെ എല്ലാ ജഗത്ത്, സർവമിതം ജഗത്ത്, ജനിച്ച് നിലനിന്ന് ഇല്ലാതെയാകുന്നതില് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഈ 3 ഗുണങ്ങളാൽ, സാത്വികം രാജസികം താമസികങ്ങളാൽ ആവൃതമാണ്. മോഹിതം നാഭിജാനാതി, അട്ടർ കൺഫ്യൂഷൻ ഉള്ള സാധാരണ മനുഷ്യർക്ക് മോഹം, അവരുടേതായ കൺഫ്യൂഷൻ, ആഗ്രഹം, ബാക്കിയെല്ലാം അവിടെ എടുക്കാം. കൺഫ്യൂഷൻ കൊണ്ട് ന അഭിജാനാതി മാം ഏദ്യ പരമവ്യയം, ആ പരമമായി അവ്യക്തമായ, വിവരിക്കാൻ സാധിക്കാത്ത, ഡിഫൈൻ ചെയ്യാൻ സാധിക്കാത്ത ഈ ശക്തി, അത് ഞാനാണ്, ഈ എല്ലാം എന്നിലാണ് നിലനിൽക്കുന്നത് എന്ന് ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റണില്ല. ആൾക്കാർക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? ത്രിഭിർ ഗുണമയൈർ ഭാവൈഹി ഏവി സർവമിതം ജഗത്. സാത്വിക ഗുണം, രാജസിക ഗുണം, താമസിക ഗുണങ്ങളാൽ നിറഞ്ഞിരിക്കുന്ന ഈ പ്രകൃതിയിലുള്ള എല്ലാം പ്ലസ് എൻ്റെ ചൈതന്യം, അതെല്ലാം കൂടി നോക്കിയിരിക്കുന്ന വ്യക്തികൾക്ക് അവരുടെ മോഹങ്ങള്, കൺഫ്യൂഷൻ, അവരുടേതായിട്ടുള്ള എക്സൈറ്റ്മെന്റ് അല്ലെങ്കിൽ ഇഗ്നോറൻസ്, അവരുടേതായിട്ടുള്ള ഇഗ്നോറൻസ് കൊണ്ട് ഇതെല്ലാം എന്നിലാണ് നിലനിൽക്കുന്നത് എന്ന് ന അഭിജാനാതി, അവരറിയുന്നില്ല. മാമേദ്യ പരമവ്യയം, എല്ലാം ഞാൻ തന്നെയാണ്, പരമമായ ഇൻഫിനിറ്റി ആയ, ബൗണ്ട്ലെസ് പരമം, ബൗണ്ട്ലെസ് ആയ അവ്യയം, അവ്യക്തമായ, കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റാത്ത ആ ചൈതന്യമായ എന്നിലാണ് ഇതെല്ലാം നിലനിൽക്കുന്നത് എന്ന് സാധാരണ രീതിയിൽ മോഹിതം നാഭിജാനാതി, മോഹിതമായ, കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള, എക്സൈറ്റഡ് ആയിട്ടുള്ള, പെർട്ടർബ്ഡ് ആയിട്ട്, ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള സാധാരണക്കാർക്ക് ഇതൊന്നും അറിയാൻ പറ്റണില്ല. നമ്മൾ കണ്ടില്ലേ, നല്ല ആപ്പിൾ വാങ്ങിച്ചിട്ട് പോയിട്ട് കടിച്ച് തിന്നുമായിരുന്നു പണ്ട്. ഇപ്പൊ നമ്മൾ വളരെ കെയർഫുള്ളാണ്. കാരണം അതിനകത്തൊരു കവറുണ്ട്, വലിയ പെസ്റ്റിസൈഡ്, സിലിക്കൺ ഓയില്, സിലിക്കൺ ഓയിലിൽ ഒരു ഡ്രോപ്പ് പെസ്റ്റിസൈഡ് ഒഴിച്ച് അത് തുണി കൊണ്ട് ഈ ആപ്പിൾ കവർ ചെയ്യാം. അതുകൊണ്ട് ഒരു 20 ദിവസം, 30 ദിവസം, 50 ദിവസം, 60 ദിവസം ആപ്പിള് വെച്ചാലും അത് ചീത്തയാവില്ല. ഓറഞ്ചും ചീത്തയാവില്ല, പേരക്കയും ചീത്തയാവില്ല. കാരണം ഡെഡ്ലി പോയിസണസ് ആയിട്ടുള്ള ആ പെസ്റ്റിസൈഡ് അത് സിലിക്കൺ ഓയിലില്, സിലിക്കൺ ഓയിൽ തൊട്ടാൽ നല്ലോണം തിളങ്ങും, ആപ്പിളൊക്കെ നല്ലോണം തിളങ്ങും, ഓറഞ്ച് തിളങ്ങും, അത് ചീത്തയാവില്ല. അതിനകത്തുള്ള വെള്ളം പുറത്തേക്ക് പോവില്ല, ബാക്ടീരിയ അകത്തേക്ക് കയറില്ല, കൊറോണ വരെ അകത്തേക്ക് കയറില്ല. കാരണം അത്രയും ശക്തിയായിട്ടുള്ള ഒരു പെസ്റ്റിസൈഡാണ് അതിനകത്ത് സിലിക്കൺ ഓയിലിൽ വെച്ചിരിക്കുന്നത്. പക്ഷേ അതിന്റെ ഭംഗി കണ്ടിട്ട് മോഹിതം നാഭിജാനാതി, ആ അതിന്റെ തിളക്കവും ഇതെല്ലാം കണ്ട ആൾക്കാരങ്ങ് മോഹിച്ച് 1 കിലോ 2 കിലോ 3 കിലോ വാങ്ങിക്കും. എന്താ അതിന്റെ പ്രത്യേകത? ചിലപ്പോൾ വീട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞാല് അത് ഒന്ന് കഴുകി കളയാനേ പറ്റില്ല, അത്രയും അധികം സിലിക്കൺ ഓയിലിന്റെ കവറിലുള്ള പെസ്റ്റിസൈഡാണ്. പക്ഷെ അതിന്റെ ഭംഗി ദൂരെ നിന്ന് നോക്കുമ്പോൾ ഒരു ടെമ്പോ വാനില്, ഒരു ഓട്ടോറിക്ഷയിൽ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. എന്തൊരു ഭംഗിയാ കാണാൻ. അപ്പോൾ അത് കണ്ട് മോഹിച്ച് അതിൻ്റെ ആ ഭംഗിയും തിളക്കവും ഒക്കെ കണ്ടിട്ട് മോഹിതം നാഭിജാനാതി മാമേദ്യ പരമവ്യയം. അത് കൃഷ്ണനെ കുറിച്ച് ഞാനിപ്പോൾ ഇതിനെക്കുറിച്ച് പറഞ്ഞെന്ന് മാത്രം. അങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കട്ടെ നമുക്ക് ഓരോരുത്തർക്കും. എല്ലാം ഈ പ്രപഞ്ച ചൈതന്യമൊക്കെ കൃഷ്ണനിൽ അർപ്പിച്ചിരിക്കുന്നു എന്ന ചുരുക്കം. അടുത്തത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. 10 ശ്ലോകങ്ങള് ആയി. ദൈവീഹേഷ ഗുണമയീ മമ മായാ ദുരത്യയ മാമേവ യേ പ്രപദ്യന്തി മായാമേതാം തരന്തി. എല്ലാം ഞാനാണ്. ഒറ്റ വരിയിൽ മനസ്സിലാക്കി. കൃഷ്ണാർപ്പണമസ്തു എന്ന് നമ്മൾ പറയാറുണ്ട്. എല്ലാം കൃഷ്ണൻ. കായേന വാചാ മനസാ ഇന്ദ്രിയൈർവാ ബുദ്ധി ആത്മനാവാ പ്രകൃതേ സ്വഭാവ കരോമി യദ്യത് സകലം പരസ്മൈ ശ്രീകൃഷ്ണായേതി സമർപ്പയാമി. എല്ലാം കൃഷ്ണമയം, എല്ലാം കൃഷ്ണമയം എന്നിൽ നമ്മൾ എത്തുകയാണ്. ഞാൻ ഒരു സ്റ്റെപ്പ് കൂടി അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ നിന്ന് പറയാറുണ്ട്. എല്ലാം കൃഷ്ണ സന്ദേശമയം. ഇവിടെ എല്ലാം ഉള്ളത് കൃഷ്ണൻ പറഞ്ഞത് തന്നെയാണ്. അപ്പോൾ കൃഷ്ണൻ എന്ന ശരീരം, ഞാൻ ഇന്നലെ ഫിസിക്കൽ കൃഷ്ണനെ കുറിച്ച് പറഞ്ഞു. അതിനെക്കുറിച്ച് അത് നമുക്ക് ഒരു ഹിന്ദുവിന് ചിലപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയിൽ തന്നെ അങ്ങ് ഡിസോൾവ് ഔട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. നമ്മളുടെ റാഷണൽ തിങ്കിങ്. അവിടെയാണ് നമുക്ക്
നമുക്ക് നമ്മുടെ പൂർവികർ അനുവദിച്ച് തന്നിരിക്കുന്ന സ്വാതന്ത്ര്യം. ഞാൻ കൃഷ്ണനിൽ നിമഗ്നനാണ്. എന്താ അതിൻ്റെ അർത്ഥം? കൃഷ്ണ സന്ദേശത്തിൽ നിമഗ്നനാണ്. ഞാൻ കൃഷ്ണനെ ആശ്രയിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താ? മാമേ വൈശ്യതി സത്യന്തേ പ്രതിജാനേ പ്രയോസിമേ സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം പ്രജ അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച. നിനക്ക് തിന്മകളും തെറ്റുകളും സംഭവിക്കാതിരിക്കാൻ ഞാൻ നിന്നെ ഡയറക്റ്റ് ചെയ്യാം അർജുന. ഞാൻ നിന്നെ ഡയറക്റ്റ് ചെയ്യാം. നിന്റെ പണി ഞാൻ ഏറ്റെടുത്തോളാം എന്നല്ല കൃഷ്ണൻ പറഞ്ഞത്. ഞാൻ നിനക്ക് കറക്റ്റ് മാർഗനിർദ്ദേശം എങ്ങനെയാ തരിക? ഇങ്ങനെ കയ്യും കെട്ടി നിന്നിട്ടാ മാർഗനിർദ്ദേശം തരിക? അല്ലല്ലോ. കറക്റ്റായിട്ട് എന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടല്ലേ തരിക. അർജുനന് കൃഷ്ണൻ കൊടുത്ത മാർഗനിർദ്ദേശം അല്ലേ പാപം ചെയ്യാതിരിക്കാൻ, പാപിയാകാതിരിക്കാൻ നിനക്ക് ഞാനിതാ മാർഗനിർദ്ദേശം തരുന്നു, നീ അത് ഫോളോ ചെയ്യൂ, നീ പാപിയാവില്ല. അവിടെയാണ് അപ്പൊ കൃഷ്ണനെ ആശ്രയിച്ച് എല്ലാം ഞാനാണെന്ന് പറയുന്നത്. ഞാൻ വിവരിച്ചതാണ് എല്ലാം ഞാൻ വിവരിച്ചതാണ്. അതിനാൽ ഞാൻ വിവരിക്കാത്തതൊന്നുമില്ല. അത് നിങ്ങൾക്ക് നിങ്ങൾ നമ്മളുടെ ലെവല് ഗ്രൗണ്ട് ലെവലാണെങ്കിൽ കൃഷ്ണനെ മുമ്പിൽ ഒരു വിഗ്രഹം വെച്ചിട്ട് മാലയും ഇട്ട് പൂജിക്കാം. അല്ല, ഇതൊന്നും അല്ല കൃഷ്ണൻ എന്ന് പറഞ്ഞ് പ്രപഞ്ചത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഒരു മഹാചൈതന്യമാണെങ്കിൽ അങ്ങനെ ആസ്വദിക്കാം. ഹരേ കൃഷ്ണ പ്രസ്ഥാനക്കാരെ കൃഷ്ണനെ അങ്ങ് രൂപഭാവങ്ങളിലൂടെയാണ് ഉൾക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് കിട്ടുന്ന ആ സന്തോഷം നോക്കൂ. അത് വേറെ ഏത് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് കിട്ടും, വേറെ ഏത് ആശുപത്രിയിൽ നിന്ന് കിട്ടും, വേറെ ഏത് സിനിമാ തിയേറ്ററിൽ നിന്ന് കിട്ടും? ശരിക്കും ആലോചിച്ചു, നന്ദനം എന്ന സിനിമ കണ്ടിട്ട് നമ്മൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കും ആ ബാലാമണിയുടെ ജീവിതമൊക്കെ നമ്മുടെ മനസ്സിലൊന്ന് അയവിറക്കിയാൽ നമ്മളുടെ മനസ്സിൽ ഇത്രയും അധികം സന്തോഷം തോന്നും. എത്ര പ്രാവശ്യം ആ സിനിമ കാണാൻ നമുക്ക് സാധിക്കും, ആ പാട്ടുകൾ കേൾക്കാൻ സാധിക്കും. ശരിക്കും കൃഷ്ണൻ മാർഗനിർദ്ദേശം നൽകുന്ന മാതിരി തന്നെ നമുക്ക് തോന്നണില്ലേ? അത് ആ തോന്നലാണ് എൻ്റെ ചൈതന്യം എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നവരുടെ ലെവലിൽ അങ്ങനെ മനസ്സിലാക്കാം. നിങ്ങൾക്ക് ഏത് ലെവൽ വേണമെങ്കിലും നമുക്ക് പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട് കേട്ടോ. ഒരു പരമമായ ശ്രീകൃഷ്ണ പ്രഭുപാദരുടെ ലെവലിലേക്ക് എത്താൻ പറ്റിയെന്ന് വരില്ല, ആ ചിന്മയാനന്ദ സ്വാമിയുടെ ലെവലിലേക്ക് എത്താൻ പറ്റിയെന്ന് വരില്ല, സാധാരണക്കാരൻ ധ്രുവന്റെ ലെവലിലേക്ക് എത്താൻ പറ്റിയെന്ന് വരില്ല, സ്വാമിനാരായണന്റെ ലെവലിലേക്ക് എത്താൻ പറ്റിയെന്ന് വരില്ല. ആരുടെ ലെവലിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്നോ അവിടെ ഇരുന്നുകൊണ്ട് നമ്മളത് ചെയ്യുക. ചിലപ്പോൾ ശബരിയുടെ ലെവലിലായിരിക്കാം. ശബരിയുടെ ലെവൽ നിങ്ങൾക്കറിയാം. പക്ഷെ ഇന്റലക്ച്വലി സ്പിരിച്വലി അങ്ങേറ്റവും, എന്നാൽ സാധാരണഗതിയിൽ ഡൗൺ ടു എർത്ത് ഇതൊക്കെ നമ്മളുടെ മുമ്പിലുണ്ട്. അതിലേത് വേണം. പക്ഷേ ഇതൊക്കെ അന്ധമായിട്ട് ബ്ലൈൻഡായിട്ട് പോകാതെ നല്ല രീതിയിൽ തിങ്കിങ്, റാഷണൽ അനാലിസിസ്, സയൻറ്റിഫിക് അനാലിസിസ്, ലോജിക്കൽ അനാലിസിസ് എടുക്കുകയാണെങ്കിൽ ശ്രീകൃഷ്ണന്റെ സന്ദേശത്തിൽ അധിഷ്ഠിതമായിട്ടൊരു ജീവിതമാണെങ്കിൽ അത് പെർഫെക്റ്റ് എന്നാണ് ഞാൻ അറിഞ്ഞിടത്തോളം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. എൻ്റേത് ശരിയാവണമെന്നില്ല. അതാണ് ഞാൻ മോട്ടിവേറ്റ് ചെയ്യപ്പെടുകയും എനിക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ വിചാരിക്കാറുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ബ്രഹ്മാർപ്പണം, ബ്രഹ്മഹവിർ, ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഭുതം, ബ്രഹ്മൈവതേന ഗന്ധവ്യം, ബ്രഹ്മകർമ്മ സമാധിന. എല്ലാവർക്കും നന്മ വരട്ടെ. ദീർഘായുരാരോഗ്യ ഐശ്വര്യാണാം അഭിവൃദ്ധിരസ്തു, ഉത്തരോത്തരാഭിവൃദ്ധിരസ്തു ഇതി അഹം പ്രാർത്ഥയാമി. നിങ്ങളുടെ നമസ്തേ എല്ലാം ഞാൻ സ്വീകരിക്കുന്നുണ്ട്. ഞാനിത് കഴിഞ്ഞാൽ നിങ്ങളുടെ കമൻറ്റുകളെല്ലാം വായിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഒന്നുകൂടി ചെയ്യാറുള്ളത്, നിങ്ങളുടെ എല്ലാവരുടെയും ആ നമസ്തേയും ആ നമസ്കാരവും ആ പ്രണാമവും എല്ലാം കയ്യിലെടുത്ത് എൻ്റെ ഗുരുവായൂരപ്പൻ്റെ പാദങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു. അതാണ് ഞാൻ ചെയ്യാറുള്ളത്. അതും എനിക്കൊരു സന്തോഷമുള്ള കാര്യമാണ് എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. പ്രണാമം. നമസ്കാരം.